ശാന്താകാരം കലുഷഹരണം സത്യസായി സർവേശം പർത്തിവാസം പ്രശാന്തി നിലയം മുക്തിമുക്തിപ്രദാദം നിത്യാനന്ദം പരമചരിതം ദിവ്യചേതോ വികാസം വന്ദേ സായി ഹരിഹര തേജം പരമകല്യാണനാമം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ഈ ക്ലാസ്സിൽ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരുടെ ഹൃദയങ്ങളിലേക്കും ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എത്തിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേരുന്നു. ഭഗവാന്റെ നിറഞ്ഞ അനുഗ്രഹങ്ങൾ ഈ നാളുകളിൽ നമ്മുടെ നാടിനെ ബാധിച്ചിരിക്കുന്ന ഈ ഇത്രയും മാരകമായ ഒരു അസുഖത്തെ ലോകത്തിൽ നിന്ന് ഓടിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഉക്തിരത്നങ്ങൾ, ഭഗവാന്റെ സെയിങ്സിനെ കുറിച്ചിട്ടുള്ള ക്ലാസിന്റെ 4ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ കേട്ടു. ഇത് എത്ര പറഞ്ഞാലും തീരാത്തത്ര രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. കാരണം ഇത് ഞാൻ കുറേ ബുക്കുകൾ, ഭഗവാന്റെ കുറേ പുസ്തകങ്ങള് പ്രശാന്തയിലെത്തുന്ന ഉള്ള എല്ലാ ബുക്കുകളും ഓൾമോസ്റ്റ് എൻ്റെ അടുത്തുണ്ട്. അപ്പൊ ആ ബുക്കുകളിൽ പലതും വായിക്കാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ റെഫർ ചെയ്തു പലതും. അതിലൊക്കെ ഭഗവാന്റെ 100 കണക്കിന് സെയിങ്സിനെ നമുക്ക് മലയാളീകരിച്ചിട്ട് മലയാളത്തിനുമായിട്ടുള്ള അതിനുള്ള കാര്യങ്ങളും ഒക്കെ റെഫർ ചെയ്തിട്ട് നോക്കിയപ്പോൾ എന്ത് മനോഹരമായ സാമ്യമാണ് പലതിലും ഉള്ളത് എന്ന് അത്ഭുതപ്പെടും. അപ്പോ ഭഗവാന്റെ ഒരു വലിയ സെയിങ് ആണ് ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ ഇത് പഠിക്കാനുണ്ട്. ഗുഡ് ടീച്ചേഴ്സ് പ്ലസ് ഗുഡ് നേഷൻസ്, ഗുഡ് സ്റ്റുഡൻസ് ഈക്വൽ ടു ഗുഡ് നേഷൻസ്. ഇത് സാധാരണ ബാലവികാസത്തിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഡാഷ് ഇട്ടിട്ട് ഗുഡ് ടീച്ചേഴ്സ് പ്ലസ് ഗുഡ് സ്റ്റുഡൻസ് ഈക്വൽ ടു ഗുഡ് നേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഫോർമുല. പക്ഷെ ഇത് എങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും വളരെ പ്രയാസം ഉണ്ടെന്ന് പറയാം. കാരണം ഇതിൽ ടീച്ചർ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു കൊടുക്കണം. സ്റ്റുഡൻസിന്റെ ഞാൻ സാധാരണ ഇതിന്റെ ഓരോരോ അല്ലെ അബ്രിവേഷൻ പോലെ ഓരോരോ അക്ഷരമാലയുടെ പ്രാധാന്യം, ഓരോന്നിനെ കുറിച്ചും കഥകള്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കിത് പറഞ്ഞു കൊടുക്കാം. അതായത് സാധൂകരിക്കാം. നല്ല ടീച്ചർ, നല്ല ഗുരുനാഥന്മാര്, അതേപോലെ നല്ല സ്റ്റുഡൻസ്. ആ ഗുഡ് എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. ടീച്ചേഴ്സ് പ്ലസ് സ്റ്റുഡൻസ് ഈക്വൽ ടു നേഷൻ അങ്ങനെ ആവണമെന്നില്ല. ഈ ഗുഡ് നേഷൻ എന്നുള്ളത് നമ്മള് വെൻ ദർ ഈസ് റൈറ്റസ്നെസ് ഇൻ ദ ഹാർട്ട് ദർ ഈസ് ബ്യൂട്ടി ഇൻ ക്യാരക്ടർ, അതുണ്ടല്ലോ ആ സ്വാമിയുടെ സെയിങ്. അതിൽ അവസാനം പീസ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നുണ്ടല്ലോ. അതിലൊക്കെ ഇത് ചേർത്ത് വായിക്കാൻ പറ്റും നമുക്ക്. സ്വാമി ഈ ഗുരുക്കന്മാര് ആണ്. അതുകൊണ്ടാണ് ഈ ഭഗവാന്റെ ഈ കോട്ടിങ്സിനെ അബ്ദുൽ കലാം ജി എടുത്ത് പറയാറുണ്ട് എല്ലാ സ്ഥലത്തും. അദ്ദേഹം പോകുന്ന സ്ഥലത്തൊക്കെ ഈ ടീച്ചേഴ്സിന്റെ പ്രാധാന്യം പറയാറുണ്ട്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ആഗ്രഹം പറഞ്ഞല്ലോ, രാഷ്ട്രപതി ആയതിനു ശേഷവും ഒക്കെ മഹാന്മാരെല്ലാവരും ആ ടീച്ചിങ് ഫീൽഡ്. അപ്പൊ അങ്ങനെയുള്ളൊരു മഹാ ഒരു യജ്ഞമാണ് ടീച്ചിങ് എന്നുള്ളത്. പ്രൊഫഷൻ അല്ല, ശരിക്കും പറഞ്ഞ ഒരു യജ്ഞമാണ് ഈ ടീച്ചിങ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നമ്മൾ ആ ഒരു ഭഗവാന്റെ സേയിങ് എടുത്ത് ടീച്ച്, ട്രീറ്റ് ആൻഡ് ട്രാൻസ്ഫോം. ടീച്ച്, ട്രീറ്റ് ആൻഡ് ട്രാൻസ്ഫോം. ശരിക്കും പറഞ്ഞാൽ ഒരു ട്രീറ്റ്മെന്റ് ആണല്ലോ, ഭവരോഗത്തിനുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ടീച്ചിങ്ങിലൂടെ നടക്കുന്നത്, ഗുരുനാഥനിലൂടെ നടക്കുന്നത്. അപ്പൊ ആ 3T അപ്രോച്ചിനെ കുറിച്ചിട്ട് തന്നെ ധാരാളം ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. 3T അപ്രോച്ച് എന്നുള്ളത് കുട്ടികൾക്ക് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് 100 കണക്കിന് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഈ വെറും 3T അതാണ് ടോപ്പിക്. 3T എന്ന് പറഞ്ഞാൽ ടീച്ച്, ട്രീറ്റ് ആൻഡ് ട്രാൻസ്ഫോം എന്നുള്ള ആ ടോപ്പിക്കിൽ. അതില് നമുക്ക് ഈ പറയുന്ന ഭഗവാന്റെ ഈ ഗുഡ് ടീച്ചേഴ്സ് പ്ലസ് ഗുഡ് സ്റ്റുഡൻസ് ഈക്വൽ ടു ഗുഡ് നേഷൻ എന്നുള്ള അത് നമുക്ക് സാധൂകരിക്കാൻ സാധിക്കും. ഈ നല്ല എത്രയോ എക്സാമ്പിൾസ്, നല്ല
ഒരു ലീഡർമാരെ ഉണ്ടാക്കുന്ന അല്ലെ, ഒരു ഗുരു നന്നായാൽ അതിൽ ആ വാട്ടർ ടാങ്കും ആ ടാപ്പുകളും ഒക്കെ ഭഗവാൻ പറയുന്ന ഉദാഹരണങ്ങളൊക്കെ എടുത്തിട്ട് ഇതാണ് സ്റ്റുഡൻസ് എന്ന് കാണിച്ചു കൊടുത്ത്, അപ്പൊ നല്ല വെള്ളം ഇതിലൂടെ ഒഴുകിയാൽ ആ ഗുരുവിൽ നല്ല അല്ലെ ആ റോൾ മോഡലിംഗ് നടന്നു കഴിഞ്ഞാൽ താഴെ ടീച്ചർമാർ കുട്ടികളിലേക്ക് നല്ല ഗുണങ്ങൾ എത്തിച്ചേരും എന്നുള്ള അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അങ്ങനെയുള്ള ഒരു ഗുരു നല്ലതായാൽ 100 കണക്കിന് കുട്ടികൾ നന്നാവും. ആ 100 കണക്കിന് കുട്ടികൾ നന്നായാൽ അതിലൂടെ അവരെ കേന്ദ്രീകരിച്ചാണ് രാഷ്ട്രം നന്നാവുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഭാവി ഉണ്ടാവുന്നത്. ആ രാഷ്ട്രത്തിന്റെ ഭാവി ഈ കുട്ടികളിലാണ് അല്ലെങ്കിൽ ഈ ഗുരുനാഥന്മാരിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ടീച്ച് എന്തൊക്കെയാണെന്ന് പറയൂ. 3 ടീച്ച്. ആദ്യത്തെ ടീച്ച്, TEACH, ടീച്ച്, ട്രീറ്റ്, TREAT, ട്രീറ്റ് ആൻഡ് ട്രാൻസ്ഫോം. അത് നമുക്ക് എപ്പോഴെങ്കിലും എടുക്കാം, കുറച്ച് കഴിയട്ടെ, ക്ലാസ്സുകളൊക്കെ ഒന്ന് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യട്ടെ, നമുക്ക് ആ ടോപ്പിക്കൊക്കെ എടുക്കാം. സാധാരണ ടീച്ചേഴ്സിനൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ ടോപ്പിക്ക് നമുക്ക് ബാലവികാസ് സ്റ്റൈലിലേക്കൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞു കൊടുക്കാം. കുറെയൊക്കെ ബാലവികാസ് ട്രെയിനിങ് തന്നെയാണ്, പക്ഷെ കുറച്ച് ടീച്ചിങ് ടെക്നിക്സ് ഒക്കെ കുറച്ച് വ്യത്യാസപ്പെടുത്തി സ്കൂളുകളിലെ ടീച്ചേഴ്സിന് ഉപയുക്തമാകുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ്. ഞാൻ കുറേ സ്കൂളുകളിൽ എടുത്തിട്ടുണ്ട് ഈ 3T അപ്രോച്ച്. അത് വലിയൊരു വേവായിട്ട് തന്നെ പോയി ഒരു 5-6 കൊല്ലം മുമ്പേ. അപ്പോൾ കുറേ സ്കൂളുകൾ അത് ഡിമാൻഡ് ചെയ്തു, അതിന് ആ ഒരു അപ്രോച്ച് വേണമെന്ന് പറഞ്ഞു. ഭഗവാന്റെ ഇതിൽ നിന്ന് കിട്ടിയ പ്രചോദനമാണ് അങ്ങനെ ഒരു സിലബസ് ഉണ്ടാക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും. ഞാൻ പറയുന്നത് നമുക്ക് ഇങ്ങനെ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനിപ്പോ ഈ ടീച്ചിങ്സിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ കുറേ ടീച്ചിങ്സ് ഞാൻ എൻ്റെ ഡയറികളിലൊക്കെ കുറിച്ചു വെക്കാറുണ്ട് പണ്ട് മുതൽ. അതൊക്കെ വളരെ ഉപയുക്തമായിട്ട് പല സമയത്ത് ജീവിതത്തിൽ. ഇപ്പോ ഞാൻ നിങ്ങളോട് ഒരു എക്സാമ്പിൾ പറയാം. ബി ഗുഡ്, സീ ഗുഡ്, ഡു ഗുഡ്. ഇതില് ഞാൻ കോൺസെൻട്രേറ്റ് എപ്പോഴും അധികവും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സീ ഗുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ജീവിതത്തിൽ എൻ്റെ ഒരു പ്രത്യേകത കാരണമാണ്. അതെനിക്ക് അറിയില്ല എന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. സീ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര മോശം അത് ആ ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഞാൻ മനഃപൂർവ്വം അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിച്ചതാണ്. ചിലര് പറയും പിന്നെ കിട്ടാത്ത മുന്തിരി പൊളിക്കുന്നൊക്കെ. പരാജയം സംഭവിച്ചാൽ പരാജയത്തിനെ അനലൈസ് ചെയ്യാനുള്ള ഒരു മനസ്സ്. ജീവിതത്തിൽ ധാരാളം പരാജയങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, പല പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ പരാജയങ്ങളിൽ നിന്നൊക്കെ പാഠം പഠിക്കാൻ ഭഗവാൻ നൽകിയ ഒരു മാർഗമാണ് ഈ സീ ഗുഡ്. എന്നെ ഏറ്റവും അധികം എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചതാണ് ആ ചത്ത പട്ടിയില് പിന്നെ നല്ല പല്ലിനെ കണ്ട ആ യേശുദേവന്റെ പറഞ്ഞ എക്സാമ്പിൾ. ഇത് കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതോറും എന്റെ മനസ്സിൽ വല്ലാത്തൊരു ചിന്ത വരാറുണ്ട്. അത്ര മഹത്തരമായ ഒരു കൾച്ചർ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, വേറെ ആരുടെ ജീവിതത്തിലേക്ക് നമുക്ക് വേണ്ട, നമ്മുടെ സ്വാനുഭവങ്ങളിലേക്ക് നമുക്കത് കൊണ്ടുവരാൻ സാധിക്കുമോ? നന്മ, അതായത് എന്തിലും നന്മ കാണാൻ പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ ഭഗവത് ചിന്ത ഉള്ളത് കൊണ്ട് അതിലേക്ക് എത്തിച്ചേരും. കുറച്ച് ടൈം എടുക്കും, ഒരു ചെറിയൊരു ഗ്യാപ്പൊക്കെ വരും അതിൻ്റെ ഇടയിൽ. ആദ്യം കുറെ ദുഃഖിക്കും, വിഷമിക്കും, സങ്കടപ്പെടും, ഭഗവാനോട് പരിതപിക്കും, ഇതൊക്കെ കഴിയും. പക്ഷേ ക്രമേണ നമ്മൾ ആ ആത്യന്തിക സത്യമായ ആ സീ ഗുഡ്, നല്ലത് കാണാൻ നമ്മൾക്ക് ഭഗവാൻ അതില് എന്റെ ജീവിതത്തിൽ അത് എത്ര വേണമെങ്കിലും എക്സാമ്പിൾസ് കുറേ ഉണ്ട്. അതൊന്നും ഇപ്പൊ ഇവിടെ പറയാൻ സാധിക്കില്ല. പക്ഷെ അത് അപ്പോഴൊക്കെ ഈ എന്റെ ഇങ്ങനെ പറയുന്നത്, ഞാൻ എന്റെ എന്ന് പറയുന്നത് കൂടുതലാവുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്. അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഈഗോ വരുമല്ലോ. അപ്പോ അതില്ലാതിരിക്കട്ടെ, ഭഗവാനെ പ്രാർത്ഥിക്കാം. അപ്പോ അങ്ങനെ ഒരു അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് ഇത് സത്യമാണെന്ന് വെളിവാകും ജീവിതത്തില്. ഈ സീ ഗുഡ് ഇപ്പോ പലരും, ഞാൻ ഈ ചലച്ചിത്ര ഗാനമൊക്കെ ധാരാളം പണ്ടത്തെ, പ്രത്യേകിച്ച് പഴയ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ വിശകലനം ചെയ്യാറുണ്ട്. ധാരാളം ഗാനങ്ങൾ പലപ്പോഴും അതിന് നെഗറ്റീവ് മീനിങ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ എന്തെങ്കിലും പോസിറ്റീവ് നമുക്ക് ചേർക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാറുണ്ട്. എന്റെ ഈ ചിന്തകൾ സത്യമാണെന്ന് എനിക്ക് തോന്നിയത് ശ്രീമദ് ഭാഗവതത്തിലെ 24 ഗുരുക്കന്മാരെ പഠിച്ചപ്പോൾ വളരെ അത്ഭുതം തോന്നി എനിക്ക്. കാരണം അതെല്ലാം ഈ തരത്തിലുള്ള എക്സാമ്പിൾ, ഒട്ടുമിക്കതും ഇത്തരത്തിലുള്ള നെഗറ്റീവ് എക്സാമ്പിളിലൂടെ പോസിറ്റീവ് പറയലാണ്. നിങ്ങളൊന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും. ഓരോന്നും
പിന്നെ ഓരോരോ ഇന്ദ്രിയങ്ങൾ നിമിത്തം നശിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നശിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അങ്ങനെ നശിക്കാതിരിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ആ രീതിയിലുള്ള ആ ശ്രീമദ് ഭാഗവത തത്വങ്ങൾ നമ്മൾ ഒരു തവണ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. ആ ശ്രീമദ് ഭാഗവത തത്വങ്ങൾ അത്ഭുതം തോന്നി. അതില് സീ ഗുഡ് ആണ് വന്നിരിക്കുന്നത്. ആ മോശമായ കാര്യങ്ങളിൽ പോലും നന്മ കാണാനുള്ള ഭഗവാന്റെ ആ നമ്മുടെ ഉപദേശിക്കുന്ന ഭാഗമുണ്ടല്ലോ, അത് വലിയ അത്ഭുതങ്ങൾ നമുക്ക് ജീവിതത്തിൽ പ്രദാനം ചെയ്യും, സമാധാനം. അതുകൊണ്ട് സീ ഗുഡ്, ഡു ഗുഡ്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറയാറുണ്ടല്ലോ ബി ഗുഡ്, സീ ഗുഡ്, ഡു ഗുഡ്. അപ്പൊ ആ സീ ഗുഡ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് എന്റെ അനുഭവങ്ങളിലൂടെ പറയാൻ സാധിക്കും. ഇത് നമുക്ക് ഏതിലും കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഈ ഹനുമാൻ സീത കൊടുത്ത മാല ഇങ്ങനെ ചൊറിച്ച് അല്ലെ, ഇങ്ങനെ കടിച്ച് അതിന്റെ ഉള്ളില് സ്വാമി ഭഗവാനുണ്ടോ രാമനുണ്ടോ എന്നൊക്കെ നോക്കിയില്ലേ, അതുപോലെ ഇങ്ങനെ ഏതെങ്കിലെങ്കിലും ഒക്കെ ആ നന്മയുണ്ടോ, നന്മ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഉണ്ടോ ഒന്ന് ചികഞ്ഞ് പരിശോധിക്കാറുണ്ട് പലപ്പോഴും. ഉണ്ട് എന്ന് അറിയാം, പക്ഷെ ഉള്ള ആ ഭഗവാനെ കണ്ടെത്താൻ ഇതെങ്ങനെ ഇതിലേക്ക് എത്തിച്ചേരാമെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. അങ്ങനെ വിശകലനം ചെയ്ത് ധാരാളം പാട്ടുകളൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നല്ല നല്ല കവികൾ നമ്മുടെ മലയാളം പഠിക്കാത്ത കുട്ടികളെ കുറിച്ച് എനിക്ക് ചിലപ്പോൾ സങ്കടം തോന്നും. കാരണം ഇംഗ്ലീഷിലൊക്കെ നല്ല കവിതകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ മലയാളത്തിൽ നമ്മുടെ സ്വന്തം ആ മാതൃഭാഷയിലുണ്ടായ കവിതകളും എന്തിനുമധികം പഴയ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ, ഈവൻ സിനിമയിൽ വേറെ അർത്ഥമായിരിക്കും. സിനിമ കണ്ടവർക്ക് അതിന്റെ അർത്ഥങ്ങളും ആ രംഗങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നേക്കാം. പക്ഷെ അതിന്റെ പിന്നിലുള്ള ദ്വയാർത്ഥങ്ങളാണ് പലതും. അഖണ്ഡമായ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് പഴയ കവികളൊക്കെ അതിനെ ചെറിയ ഒരു അർത്ഥത്തിലേക്ക് കൊണ്ടുവരുന്നത്. വലിയ വിശാലമായ ഒരു കർട്ടൻ പിന്നിൽ വെക്കും, എന്നിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ അതിന്റെ അർത്ഥം വളരെ വലുതാണ് എന്ന് അങ്ങനെ നമുക്ക് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. എനിവേ, ഞാൻ പറയാൻ കാരണം ഗുഡ് നാഷൻ പ്ലസ് ഗുഡ് സ്റ്റുഡൻസ് ഈക്വൽ ടു ഗുഡ് ടീച്ചേഴ്സ് പ്ലസ് ഗുഡ് സ്റ്റുഡൻസ് ഈക്വൽ ടു ഗുഡ് നാഷൻ. ഈ ഒരു ഫോർമുല നമുക്ക് കുട്ടികൾക്ക് ഒരു ക്ലാസ്സിൽ തന്നെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ടീച്ചർമാരുടെ എക്സാമ്പിള്, കുട്ടികളുടെ എക്സാമ്പിള്, അങ്ങനെയൊക്കെ നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കണം. ശരി, അടുത്ത ടോപ്പിക്, അടുത്ത ഭഗവാന്റെ ഒരു മനോഹരമായ സേയിങ്, ക്യാരക്ടർ ഈക്വൽ ടു പി പ്ലസ് പി പ്ലസ് പി. 3 പി ആണ്. ക്യാരക്ടർ ഈക്വൽ ടു പി പ്ലസ് പി പ്ലസ് പി. എന്താ അത്? 3 പി ആണ്. പ്യൂരിറ്റി, പേഷ്യൻസ് ആൻഡ് പേഴ്സീവറൻസ്. പ്യൂരിറ്റി, പേഷ്യൻസ് ആൻഡ് പേഴ്സീവറൻസ്. ഇതാണ് ആ 3 ആദ്യത്തെ പ്യൂരിറ്റി. ഈ പ്യൂരിറ്റി നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പ്യൂരിറ്റി ഇല്ലാതെ നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല. പ്യൂരിറ്റി ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാനേ സാധിക്കില്ല. പ്യൂരിറ്റിയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. നമ്മൾ ത്രികരണ ശുദ്ധിയെ കുറിച്ച് എപ്പോഴും പറയും. ഈ ത്രികരണ ശുദ്ധിയിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും ചിന്ത, വാക്ക്, പ്രവൃത്തി ഇവയുടെ ഏകോപനമാണെന്ന് പറയും. അതിൽ എനിക്ക് പലപ്പോഴും അത് തെറ്റായി നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. നല്ല ബുദ്ധിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അത് തെറ്റായിട്ട് നമുക്ക് അതിന് ഇതാക്കി കൊടുക്കും. അപ്പൊ അതിന്റെ ഓരോന്നിനെയും കൂടി പിന്നെ പ്യൂർ എന്ന് ചേർക്കണം. അതായത് നല്ല ചിന്തകൾ, നല്ല വാക്കുകൾ, നല്ല പ്രവൃത്തി, ഇതിനെയാണ് ഏകോപിപ്പിക്കേണ്ടത്. നല്ല എന്നുള്ളത്, ഗുഡ് എന്നുള്ള ഭഗവാൻ പറയുന്ന പ്യുവർ തോട്ട്സ്, അതാണ് പ്യുവർ വേർഡ്സ് ആൻഡ് പ്യുവർ ഡീഡ്സ്. ഇത് 3 ഏകോപിപ്പിക്കലാണ് ത്രികരണ ശുദ്ധി. എന്തെങ്കിലും ചിന്തകളെ ഏകോപിപ്പിച്ചാൽ, എന്തെങ്കിലും വാക്കുകളെ ഏകോപിപ്പിച്ചാലോ ഒന്നും അത് ത്രികരണ ശുദ്ധി ആവില്ല. അപ്പൊ ഈ ത്രികരണ അതില് ഇത് പറയുന്നത് നമ്മൾ സാധനാ ചതുഷ്ടയങ്ങളൊക്കെ പറയുമ്പോൾ ഇത് 3 പഠിപ്പിച്ചു കൊടുക്കാൻ വളരെ എളുപ്പമാണ്. പ്യൂരിറ്റിനെ കുറിച്ച് നമുക്ക് ധാരാളം പറഞ്ഞു കൊടുക്കാം, ശുദ്ധിയെ കുറിച്ച്. അതുപോലെ ആ സാധനാ ചതുഷ്ടയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ തിദിക്ഷ എന്നുള്ളത്. ഇതിലത്തെ രണ്ടാമത് വരുന്ന പേഷ്യൻസ്, മൂന്നാമത്തത് പേഴ്സീവറൻസ് എന്നാണ് പറയുന്നത്. ഈ പേഷ്യൻസിന്റെ കാര്യത്തിലൊക്കെ തിദിക്ഷയുടെ അർത്ഥമൊക്കെ പറയാൻ പോയി കഴിഞ്ഞാലുണ്ടല്ലോ എത്ര പറഞ്ഞു കൊടുക്കാം. അവിടെ നമുക്ക് ലവ് ഓൾ സർവ് ഓൾൻ്റെത്, ഫൊർഗെറ്റ് ആൻഡ് ഫൊർഗിവ്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. തിദിക്ഷയ്ക്ക് എക്സാമ്പിൾ ആയിട്ട് അല്ലെ, പ്രതികാരം ചെയ്യാൻ കഴിവുണ്ടെങ്കിലും പ്രതികാരം ചെയ്യാതിരിക്കുക, അതൊരു ചെറിയ തിദിക്ഷയുടെ ഒരു ഭാഗം മാത്രമാണ്. അതിന്റെ ഒരു വലിയ സേയിങ് തന്നെയുണ്ട്, സഹനം സർവ്വദുഃഖാനാം അപ്രതീകാരപൂർവകം. അതായത് അതാണത്ര തിദിക്ഷ, സഹനം സർവ്വദുഃഖാനാം അപ്രതീകാരപൂർവകം എന്നാണ് ആ തിദിക്ഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പ്രതികാര ബുദ്ധിയില്ലാതെ എന്നിലേക്ക് വന്നു ചേരുന്ന,
പ്രതികാര ബുദ്ധി നമുക്ക് വരും. അങ്ങനെ ബുദ്ധിയോടെ എന്നിലേക്ക് വന്നു ചേരുന്ന എല്ലാ ഭാവങ്ങളെയും, വിപരീത ഭാവങ്ങളെയും, അങ്ങനെയുള്ള ആ ഭാവങ്ങളെ അല്ലെങ്കിൽ ഭാവനകളെയും എന്ത് ചെയ്യണം? സാക്ഷി രൂപത്തിൽ ദർശിക്കുക, സാക്ഷി രൂപത്തിലാക്കി മാറ്റിയിട്ട് മുമ്പോട്ട് പോകുക. അപ്പൊ എന്താവും? നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ആവാതിരിക്കും. ഇതൊരു മാർഗമാണ്, തിദിക്ഷയ്ക്കുള്ള ഒരു മാർഗമാണ്. എന്താ അത്? ഒന്നുകൂടി പറയാം. പ്രതികാര ദാഹിയായ നമ്മളിലേക്ക് വന്നു ചേരുന്ന പ്രതികാര ചിന്തകൾ, അത് ഇങ്ങനെ വിപരീത ഭാവനകൾ, ഇവയൊക്കെ നമുക്ക് ഒരു സാക്ഷിഭാവം, ഭഗവാൻ പറഞ്ഞ വിറ്റ്നസ് മൈൻഡ്, അങ്ങനെ നമുക്ക് അതിൽ പ്രവർത്തിക്കാൻ സാധിച്ചാൽ നമുക്ക് ഈ തിദിക്ഷ പ്രതികാരം ചെയ്യാനുള്ള ആ അല്ലെങ്കിൽ ഹൃദയത്തിലുള്ള ഭഗവാനോട് ചോദിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് പ്രാവർത്തികമാക്കുന്നതിന് മുമ്പേ. അപ്പൊ ഭഗവാൻ പറയും നോ, അല്ല ഈ ഭഗവാന്റെ ഇത് മാത്രം ആലോചിച്ചാൽ മതി. അതുകൊണ്ടാണ് ഈ പോസ് ഭഗവാന്റെ നമ്മുടെ ഈ ഇങ്ങനെ അനുഗ്രഹിക്കുന്ന പോസ് എപ്പോഴും ഓർമ്മിക്കാൻ പറയുന്നത്. സ്വാമിയുടെ പല പോസുകൾ നമുക്കറിയാം, ഇങ്ങനെ കൈ കെട്ടിയിട്ട് ഇങ്ങനെ ആടുന്നത് പോസ് ഉണ്ട്, അതുപോലെ ഇങ്ങനെ. എനിക്ക് എപ്പോഴും ഇഷ്ടം ഇതാണ്. എന്തുകൊണ്ടാണ്? രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നമുക്ക് എപ്പോഴും നിന്റെ കൂടെ ഞാനുണ്ട്, അത് സുഖിയായിരിക്കട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിക്കുന്ന അത് നമുക്ക് ആശ്വാസം നൽകും. പിന്നെയോ, നമ്മളെ നിരന്തരമായിട്ട് ജാഗ്രതയായിരിക്കും. സ്റ്റോപ്പ് എന്ന് പറയുന്ന ആ ഒരു പോസ്, ഇത് രണ്ടും കൂടി ഒരുമിച്ച് തരുന്ന ആ ഭഗവാന്റെ മനോഹരമായ ആ പോസാണ് നമുക്ക്. അത് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് ആ ഭഗവാനോട്, ഇങ്ങനെ ആക്കുന്ന ഭഗവാനോട് തെറ്റായിട്ടുള്ള പ്രതികാരം ചെയ്യട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താവും? സ്റ്റോപ്പ്. അപ്പൊ ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ നമ്മുടെ അടുത്ത ജനറേഷനെ പ്രേരിപ്പിക്കാൻ എന്ത് മനോഹരമായിട്ട് സാധിക്കും നമുക്ക് ഈ പറയുന്ന ഭഗവാന്റെ സേയിങ്സിനെ ഉപയോഗിച്ചാല്. ഭഗവാന്റെ സേയിങ്സിനെ കുട്ടികളിലെ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ധാരാളം പ്രവർത്തിക്കണം. അല്ലാതെ വെറുതെ ബൈഹാറ്റ് പഠിച്ചിട്ട് അത് മാത്രം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. ഈ സേയിങ്സിനെ ഈ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അപ്പൊ അതുകൊണ്ട് സഹനം സർവ്വദുഃഖാനാം അപ്രതീകാരപൂർവകം, അതായത് തിദിക്ഷ, അതുകൊണ്ട് പ്യൂരിറ്റി കഴിഞ്ഞാൽ പേഷ്യൻസ്. പിന്നെയോ പേഴ്സീവറൻസ്. പേഴ്സീവറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരോത്സാഹം, സ്ഥിരമായ ഉത്സാഹം ഉണ്ടാവണം. ഇന്റർമിറ്റന്റ്, ഞാനത് എപ്പോഴും പറയണ്ടായി, ഇന്റർമിറ്റന്റ് ആയിട്ട് പോരാ. പിന്നെയോ കണ്ടിന്യൂറ്റി വേണം. അതിന് ഞാൻ ഇതിനു മുമ്പേ ഒരു തവണ പറഞ്ഞിരുന്നു, CIP ഫോർ എ TQP. ബാലവികാസ് ട്രെയിനിങ്ങിൽ പങ്കെടുത്തവർക്കൊക്കെ അറിയാം. പലപ്പോഴും ഞാൻ പറയുന്ന ഒരു ഫോമുലയാണ് ഇത്. ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് അത് പറയുന്നത്. ഈ പെർസീവറൻസിനെ ആസ്പദമാക്കിയിട്ടാണ് അത് പറയുന്നത്. CIP ഫോർ എ TQP. എന്താ അതിന്റെ അർത്ഥം? CIP എന്ന് പറഞ്ഞാൽ എ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. ബാലവികാസ് ഇസ് എ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. ബ്രേക്ക് ഉണ്ടാവരുത്. നമ്മുടെ ഓരോ ആളുടെ ലൈഫിലും നമ്മുടെ നിത്യജീവിതത്തിലും ഇത് ബാധകമാണ്. എ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിരിക്കണം. അതുകൊണ്ടാണ് സമിതിയിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രാം ഒന്നിന് പിറകെ നമ്മളൊക്കെ ആസൂത്രണം ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ബാലവികാസിൽ ഗീത ചൊല്ലൽ മത്സരം, ഉപന്യാസ മത്സരം, കുട്ടികൾക്ക് അധികം ഗ്യാപ്പ് കൊടുക്കാതെ, സമയം കൊടുക്കാതെ, അവരുടെ ആ വിഷയചിന്തകളിലേക്ക് അവരെ അധികം വഴുതി വിടാതെ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ മനസ്സിനെ ഭഗവാനിലേക്ക് എൻഗേജ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ബാലവികാസ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സ്ഥിര ഉത്സാഹം. അതുകൊണ്ടാണ് ഈ ഫോമുല വന്നത്. ക്യാരക്ടർ ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ ക്യാരക്ടറിന് ഇത് മൂന്നും ഉണ്ടാവണം. എന്തൊക്കെ? ആദ്യത്തെ P+P+P. ആദ്യത്തെ P പ്യൂരിറ്റി, രണ്ടാമത്തെ P പേഷ്യൻസ്, മൂന്നാമത്തെ P പെർസീവറൻസ്. പെർസീവറൻസിന്റെ മലയാളം സ്ഥിരമായ ഉത്സാഹം. ഉത്സാഹം അങ്ങനെ കെടാൻ പാടില്ല, കണ്ടിന്യൂസ് ആയിരിക്കണം. എന്താ പറയുക, സത്യസായി സേവാ സംഘടനയിൽ ജോയിൻ ചെയ്യാൻ വന്നപ്പോ പറഞ്ഞില്ലേ, ആദ്യത്തെ ക്വാളിറ്റി എന്താ? ആദ്യത്തെ ക്വാളിറ്റി ആ ത്വരയാണ്. എന്തിനും ആത്മീയമായ ത്വര. എന്താ ഈ ആത്മീയ ത്വര? ബി ഗുഡ്, എപ്പോഴും പോരാ, ഇനിയും മുന്നോട്ട് എന്നുള്ളത്. അതാണ് സ്ഥിരമായ ഉത്സാഹം, അതാണ് പെർസീവറൻസ്. ആ പെർസീവറൻസ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ TQP, ടോട്ടൽ ക്വാളിറ്റി പേഴ്സൺ, എ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ഫോർ എ TQP, ഫോർ എ ടോട്ടൽ ക്വാളിറ്റി പേഴ്സൺ. ഒരു ടോട്ടൽ ക്വാളിറ്റി പേഴ്സൺ നമ്മൾ ആകണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ഉണ്ടാവണം. അപ്പൊ ഗീത കഴിഞ്ഞാൽ ഭാഗവതം കഴിഞ്ഞാൽ അടുത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക്. ഇപ്പൊ ഈ ക്ലാസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശനിയാഴ്ച തോറും നമ്മളിങ്ങനെ ക്ലാസ് വെക്കുന്നു. ശനിയാഴ്ച തോറും നമ്മൾ ക്ലാസ് വെക്കുന്നു. പലപ്പോഴും നമ്മൾ പറയും എല്ലാ ശനിയാഴ്ചയും വേണ്ട, നമുക്ക് ഒരു മാസത്തേക്ക് ഒരു ശനിയാഴ്ച മതി. ഈ നിങ്ങൾ മത്സ്യം വെക്കാൻ അല്ലെങ്കിൽ കച്ചവടം തുടങ്ങാൻ പോയ ഒരാളെ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 100 കണക്കിന് ആൾക്കാരുടെ അഭിപ്രായം. ഇപ്പൊ ഞാൻ നിങ്ങളോട് എല്ലാവരുടെ അഭിപ്രായം ചോദിക്കുകയാണെന്ന് വിചാരിക്കുക, നമുക്ക് എല്ലാ ശനിയാഴ്ചയും വേണോ ഇത്? അപ്പൊ ഒരാൾ പറയും വേണ്ട, അപ്പൊ വേറൊരാൾ പറയും വേണം, അല്ല അപ്പൊ വേറൊരാൾ പറയും നമുക്ക് ഒരു മാസത്തേക്ക് ഒരു തവണ ഒരു മതി.
അപ്പൊ വേറൊരാൾ പറയും അതെ ശരി തന്നെ, അവസാനം ഒന്നുമില്ലാതായി മാറും ഈ സംഭവം. അപ്പോ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇതിനെയൊക്കെ കണ്ട് മുൻകൂട്ടി കണ്ട് ആ ഈ നമ്മുടെ ഫോളോവേഴ്സിന്റെ ഇടയിലേക്ക് ഈ ചിന്തയെ ആവിർഭവിപ്പിച്ച് അവരുടെ ഉള്ളിൽ ആവിർഭവിച്ച് നമ്മളുമായിട്ട് സാമ്യതയിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരാളാണ് ലീഡർ. അപ്പൊ ചിലപ്പോഴും അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനം എല്ലാവരുടെയും തീരുമാനമായിട്ട് നടപ്പാക്കാൻ സാധിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ലീഡർഷിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് അങ്ങനെയുള്ള ലീഡേഴ്സിനെ വളർത്തിയെടുക്കാൻ, അങ്ങനെയുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മുടെ ശിഷ്യന്മാരിൽ, നമ്മുടെ കുട്ടികളിൽ വളർത്തിയെടുക്കാനൊക്കെയാണ് ഈ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത്. സ്ഥിരമായ ഉത്സാഹം, ടോട്ടൽ ക്വാളിറ്റി പേഴ്സൺ, എല്ലാത്തിലും ഉത്കൃഷ്ടത, ആ ഉത്കൃഷ്ടത ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മളിപ്പോ തേർഡ് ഗ്രൂപ്പിൽ ഒരു ചാപ്റ്റർ തന്നെയാണ് ഉത്കൃഷ്ടത എന്നുള്ളത്, അല്ലെ? അതിന് ഭഗവാൻ കൊടുക്കുന്ന ഡെഫിനിഷനും ആ പെർഫെക്ഷൻ എന്നുള്ളതിന് ഭഗവാൻ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷനും ഒക്കെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. അപ്പൊ ഇത് മൂന്നും ചേർന്നതാണ് ഒരു സ്വഭാവ രൂപീകരണം. ഏതൊക്കെയാ? P+P+P, പ്യൂരിറ്റി, ചിന്താ, വാക്ക്, പ്രവൃത്തികളിൽ എന്നിവയിലുള്ള പ്യൂരിറ്റി. പിന്നെ ക്ഷമയോടെ, ക്ഷമ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആവാം, അത് മാക്സിമം, അതിന്റെ ലെവലില്ല, അതിന് എത്രത്തോളം ആവാം. അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കണം. നമുക്ക് സ്വാമി പലപ്പോഴും സ്വാമി ബി വെയിറ്റ് എന്ന് പറയും. പല പറയും നിനക്ക് വേറൊരു ഇതിനേക്കാൾ നല്ലതിന് വേണ്ടിയിട്ട് നീ കാത്തിരിക്കുക, ഇങ്ങനെയൊക്കെ സ്വാമി പറയും. അല്ലെ, എ ഗുഡ് തിങ് ഈസ് വെയിറ്റിംഗ് ഫോർ യു എന്നൊക്കെ സ്വാമി പറയും. എ മോർ ഗുഡ് അല്ലെ ബെറ്റർ തിങ് ഈസ് വെയിറ്റിംഗ് ഫോർ യു എന്നൊക്കെ പലപ്പോഴും പറയും. നമുക്കൊന്ന് കിട്ടും. ഞാൻ അതാ പറഞ്ഞത്, എല്ലാത്തിലും നന്മ കാണാൻ മാത്രം പരിശീലിച്ചാൽ തന്നെ നമുക്ക് ഇതിൽ വലിയൊരു നേട്ടം കിട്ടും. ഈ ഒരു ക്വാളിറ്റി കൊണ്ട് പലപ്പോഴും ഞാൻ പറയാറില്ലേ, നമ്മുടെ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ പോകണ്ട. നമ്മുടെ ലൈഫിലുള്ള പല കാര്യങ്ങളും നമുക്ക് എതിരായിട്ട് വരുമ്പോൾ അതിനെ ഒന്ന് വിശകലനം ചെയ്യാൻ, അതിൽ നന്മയുണ്ടോ എന്ന് കണ്ടെത്താൻ നമുക്ക് ഈ ഒരു ക്വാളിറ്റി വളരെയധികം സഹായിക്കും. ഇതിന് നമ്മുടെ അടുത്ത ജനറേഷനെ പ്രാപ്തമാക്കലാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ലക്ഷ്യം. അപ്പൊ ഒരു നല്ല ക്യാരക്ടറുള്ള കുട്ടിയെ, നല്ല സ്വഭാവമുള്ള കുട്ടിയെ വാർത്തെടുക്കണമെങ്കിൽ അവനിൽ ഈ 3 ക്വാളിറ്റി വളർത്തിയെടുക്കാൻ ഒരു ഗുരുവിന് സാധിക്കണം. ഏത്? ആദ്യത്തെ P പ്യൂരിറ്റി, രണ്ടാമത്തെ P പേഷ്യൻസ്, മൂന്നാമത്തെ P പെർസീവറൻസ്. ആ പെർസീവറൻസിന്റെ കൂടെയാണ് ഞാൻ പറഞ്ഞത് TQP, ടോട്ടൽ ക്വാളിറ്റി പേഴ്സൺ ആക്കി മാറ്റണം അവനെ. അതിനെന്തുണ്ടാവണം? അവനെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ഉണ്ടാവണം. ഇത് നമുക്കും ബാധകമാണ്. സെൽഫായിട്ടും നമുക്കൊരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ഉണ്ടാവണം. നമുക്കിപ്പോ ഈ ഒരു ക്ലാസ് നടക്കുന്നത് ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. ഇതിനെ സമയം കൊല്ലാൻ വേണ്ടിയിട്ട് മാത്രം ഈ ക്ലാസ്സിലേക്ക് വരുന്നതായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിലോ ഇതിനെ സ്വയം മാറാനുള്ള ഒരു കളരിയായിട്ട് ഉപയോഗിക്കാം. നമ്മളിൽ ഇത്രയും കാലം നാം തെറ്റായിട്ട് വിചാരിച്ചിരിക്കുന്ന പല കൺസെപ്റ്റ്സുകളും തെറ്റാണ് എന്ന് ബോധിപ്പിച്ച് അത് കറക്റ്റ് ചെയ്യാനുള്ള വേദിയായിട്ട് ഇതിനെ ഉപയോഗിക്കാം. അല്ലെങ്കിലോ വെറുതെ കുറെ നേരം ഇത് കേട്ടിട്ട് ഇതിലെ വിടാൻ ഉപയോഗിക്കാം. അല്ലെ, പല തരത്തിലും നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമുക്കിതിനെ ഈ ഒരു സാധനയാക്കണമെങ്കിൽ, ഇതിനെ ഒരു യജ്ഞമാക്കണമെങ്കിൽ, ഈ മൂന്നാമത്തെ മാർഗം, ഞാനിപ്പോ ഈ പറഞ്ഞ മാർഗത്തിൽ ഇതൊരു യജ്ഞമാക്കിയിട്ട് നമ്മുടെ അടുത്ത ജനറേഷനിലേക്ക് കൈമാറണമെങ്കിൽ അവിടെ ആ ധർമ്മം പ്രവർത്തിക്കണമെങ്കിൽ റോൾ മോഡലിംഗ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ ഒരു ഫോർമുല ക്യാരക്ടർ ഈക്വൽ ടു P+P+P എന്നുള്ളത് ഓർമ്മിക്കാം. ഇനി ഭഗവാൻ അടുത്തത് ഒരു വലിയ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും, അല്ലെ? പ്ലഷർ ഈസ് എൻ ഇന്റർവെൽ ബിറ്റ്വീൻ 2 പെയിൻസ്. എത്ര മനോഹരമായിട്ടാണ് സ്വാമി അത് പറയുന്നത്. പ്ലഷർ ഈസ് എൻ ഇന്റർവെൽ ബിറ്റ്വീൻ 2 പെയിൻസ്. എന്താണത്? സന്തോഷം അല്ലെങ്കിൽ ആനന്ദം അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്നുള്ളത് 2 ദുഃഖങ്ങൾക്കിടയിലുള്ള ചെറിയ ഒരു ഇന്റർവെൽ മാത്രമാണ്. എത്ര മനോഹരമാണ് ആ കൺസെപ്റ്റ്. അപ്പൊ ദുഃഖങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. പിന്നെ ഇതിനു മുമ്പ് ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിലുള്ള ഒരു സന്തോഷം മാത്രമാണ്, അതിനിടയിൽ ഒരു ചെറിയ ഇന്റർവെൽ മാത്രമാണ് ഈ സന്തോഷം എന്ന് ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് അത് ഞാനിത് കേൾക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ബാലവികാസ് ട്രെയിനിങ്ങിലൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ ഒരു സെയിങ് വളരെ പ്രധാനപ്പെട്ട സെയിങ് നമ്മുടെ ലൈഫിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ്. ചെറുപ്പത്തില് നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ഈ പാട്ടുകളൊക്കെ പഠിക്കുമ്പോൾ, ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ പാടി കേൾപ്പിച്ചിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് എപ്പോഴും ഇത് കേൾക്കുമ്പോൾ, ഭഗവാൻ ഈ സെയിങ് കേൾക്കുമ്പോൾ ഇത് ഓർമ്മ വരും. കർമ്മഫലങ്ങൾ പിന്തുടരുന്നു, കയ്പും മധുരവും പകരുന്നു, അവതാര നാടകം അവിരാമം തുടരുന്നു, അരങ്ങുകൾ മാത്രം മായുന്നു, ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു
ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു. ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർമിഴികളെ മറക്കുന്നു. കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർമിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു. ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു. ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. പലപ്പോഴും നിങ്ങളോട് തന്നെ ഈ പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സോങ് ഈ ഭഗവാന്റെ ഈ സേയിങ്ങുമായിട്ട് എത്ര മനോഹരം. ഇത് മാത്രമല്ല കേട്ടോ, ഈ ഭഗവാന്റെ കുറെ സേയിങ്ങുമായിട്ട് ഈ സോങ്ങിനെ നമുക്ക് ബന്ധപ്പെടുത്താം. ഈ സോങ്ങിനെ പ്രത്യേകിച്ച് ഈശ്വരൻ മനുഷ്യനായി അല്ലെ യഥാർത്ഥ ആ അവതാരത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. അതുപോലെ കർമ്മഫല സിദ്ധാന്തം സനാതന ധർമ്മത്തിന്റെ ബേസിക് ആയിട്ട് നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തു. സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനമായ കർമ്മഫല സിദ്ധാന്തം പഠിപ്പിക്കാനായിട്ട് ഇത് നമുക്ക് എത്ര മനോഹരം. കുട്ടികൾ മറക്കില്ല കർമ്മഫലങ്ങൾ. ഇത് നമ്മളെ വെറുതെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ഇതിന്റെ ആലാപനം ഇരിക്കട്ടെ. എല്ലാവരും ഇപ്പൊ ആലാപനത്തെ കുറിച്ച് പറഞ്ഞു, ദാറ്റ് ഇസ് ഗുഡ്, ഓക്കെ. ആലാപനത്തെക്കാൾ എനിക്ക് തോന്നുന്നു ഇതിന്റെ വരികളുടെ ആലോചിച്ച് നോക്കൂ. കയ്പും മധുരവും പകരുന്നു. കർമ്മഫലങ്ങൾ പിന്തുടരുന്നതിനനുസരിച്ച് കയ്പും പകരും. അതുപോലെ അവതാര നാടകമാണ്. പിന്നെയോ അതിങ്ങനെ അവിരാമം തുടരുന്നു. പിന്നെ അവിടെ എന്താ മാറുന്നത്? അരങ്ങുകൾ മാത്രമേ മാറുന്നുള്ളൂ. പിന്നെയോ കാണികളായ നമുക്ക് എന്തറിയാം? നമുക്കിങ്ങനെ ഒന്നും അറിയില്ല. കാണികൾ എന്തറിയുന്നു, നമ്മൾ എന്തറിയുന്നു. പിന്നെയോ നമ്മുടെ കണ്ണുനീര് തന്നെ നമ്മുടെ മിഴികളെ അല്ലെ മറക്കുന്നു. അത് ഇതിൽ നിന്ന് ആ സത്യം തിരിച്ചറിയുന്നത്. പിന്നെയോ അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളി ഉറങ്ങുന്നു. ആര്? അവതാരം. അപ്പൊ ആ മണ്ണിലും മിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്നുള്ള തത്വം എന്ത് മനോഹരമായിട്ടാണ് പഴയ ആൾക്കാരെ എഴുതുന്നത്. ഇത് ശ്രീഗുരുവായൂരപ്പൻ എന്നുള്ള സിനിമയിലാണ് ഈ പാട്ട് പാടുന്നത്. അത് ആ സിനിമയിലെ രംഗം അവിടെ ഇരിക്കട്ടെ, ഉദ്ധവര് പാടുന്ന പാട്ടായിട്ടാണ് സിനിമയിൽ വരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ധാരാളം ഈ പ്ലഷർ ഈസ് എൻ ഇന്റർവെൽ ബിറ്റ്വീൻ ടു പെയിൻസ് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കാൻ, അവരുടെ മനസ്സിൽ ഒരിക്കലും മായാതെ ഇരിക്കാൻ നമുക്ക് ഈ സോങ്ങിന്റെ വരികളുടെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കണം. സോങ്ങിന്റെ വരികളുടെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കണം. അപ്പോ അതുകൊണ്ട് ഭഗവാൻ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്ക് നമ്മുടേതായ, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇത് ഇവിടെ നമ്മുടെ പാലക്കാട് കൺവീനർ ജയകുമാർ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ജയകുമാർ വലിയൊരു കവിതകാരനാണ്. ജയകുമാർ നല്ല പാട്ടുകാരനാണ് അല്ലെ, ഭജൻ ഡിസ്ട്രിക്ട് ഇൻചാർജ് ആണ്. ജയകുമാറിന് പെട്ടെന്നായിട്ട് ആ കവിത ഇത് വരും. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളിലെ ഒരു കവി ഉണ്ടാവും. എന്ത് ചെയ്യണം എന്നറിയോ? ബാലവികാസ് ഗുരുക്കുമാർ നിങ്ങൾക്ക് അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് നമ്മുടെ പഴയ ഗാനങ്ങളൊക്കെ നോക്കിയിട്ട് അതിൽ ഈ തത്വചിന്താപരമായ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനെ ഒരു ടീച്ചിങ് എയ്ഡായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കണം. ഞാൻ ആ രീതിയിൽ ഇതിനെ നോക്കിയപ്പോഴാണ് എന്തൊരു അത്ഭുതം. ഇനിയും ഞാൻ 1-2 എക്സാമ്പിൾ പറയാം. അതുപോലെ അത് ഒട്ടുമിക്ക ഈവൻ ഏറ്റവും വിഷാദമായ ഗാനങ്ങളിൽ പോലും നമുക്ക് കാണാൻ പറ്റും. ഇതിവിടെ പിന്നെ സ്വാമി വളരെ പ്രധാനപ്പെട്ട അടുത്ത സേയിങ് ഇതാണ്, ലൈഫ് ഈസ് എ ജേണി. സ്വാമി പറയുന്നു ലൈഫ് ഈസ് എ ജേണി, എൻജോയ് ഇറ്റ്. എങ്ങനെ എൻജോയ് ചെയ്യുക? എൻജോയ് ഈസ് എൻഡ് ജോയ്. എത്ര മനോഹരല്ലേ സ്വാമിയുടെ ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ആണ്. എൻജോയ് ഇറ്റ്. ലൈഫ് ഈസ് എ ജേണി, എൻജോയ് ഇറ്റ്. എങ്ങനെയാ ഭഗവാൻ പറയുന്നത്? ഹൗ ലൈഫ് ഈസ്. സ്വാമി പറയുന്നത് കുട്ടികളോട് പറയും ഹൗ ലൈഫ് ക്യാൻ ബി എൻജോയ്ഡ് എന്നുള്ളത് കുട്ടികളെടുത്ത് സ്വാമി പറയുന്നത്. സ്റ്റുഡൻസ്, യു ഹാവ് എ ലോങ് ജേണി, have less luggage and more comfort, make your journey a pleasure. എന്തത്? റെയിൽവേന്റെ മുദ്രാവാക്യാണ്. എത്ര മനോഹരമായിട്ടാ സ്വാമി പറഞ്ഞിരിക്കുന്നത്. സ്റ്റുഡൻസ്, യു ഹാവ് എ ലോങ് ജേർണി, ഹാവ് ലെസ് ലഗേജ്
ആൻഡ് മോർ കംഫർട്ട്. മേക്ക് യുവർ ജേർണി എ പ്ലഷർ. എത്ര മനോഹരമായിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇവിടെ ഈ സ്വാമി പറയുന്നത് ഈ ഇത്രയും ദീർഘമായ ലൈഫ് ജേർണിയിൽ നിങ്ങളുടെ ദീർഘം, അത് ചില സമയത്ത് നമുക്ക് ഷോർട്ടായിട്ട് പറയേണ്ടി വരും, കുറച്ചല്ലേ ഉള്ളൂ ജീവിതം എന്ന് പറയേണ്ടി വരും. ഇവിടെ നമുക്ക് ദീർഘമായ, ആ കുട്ടികളോട് പറയുമ്പോൾ ദീർഘമായ ആ ലൈഫ് ജേർണിയിൽ നമ്മൾ പറയുന്നത് എന്താ, നിങ്ങൾ ആ ലക്ഷ്യത്തിന്റെ അടുത്തേക്ക് പോവാണ്. ലക്ഷ്യത്തിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ പലപ്പോഴും നമ്മളെ സഹായിക്കാനായിട്ട് വരുന്നത് എന്താ, നമുക്ക് പലപ്പോഴും സഹായിക്കാനായിട്ട് വരുന്നത് എന്താ, നമ്മുടെ അറിവ്. ഏറ്റവും പ്രധാന അറിവാണ് നോളജ്, ആത്യന്തികമായ അറിവ്. അത് ഭഗവാൻ നമ്മുടെ യുധിഷ്ഠിരനോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തില്, യക്ഷൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ ഇതാണ്, അല്ലെ, ഏത് യാത്രയിലും സഹായിയായ എന്താണ്, സഹായമായിരിക്കുന്നത് എന്താണ്, അറിവാണ് എന്ന് യുധിഷ്ഠിരൻ മറുപടി പറയുന്നുണ്ട്. മറ്റു 4 പേർക്കും മറുപടി പറയാൻ പറ്റാതിരിക്കുമ്പോൾ ആ അറിവിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ജീവിതമാകുന്ന യാത്രയില് ധാരാളം അറിവുകൾ നേടാൻ നമുക്ക് തയ്യാറാവണം. ആ അറിവുകൾ നേടുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതുപോലുള്ള സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്. എങ്ങനെ ആവരുത്? 24 ഗുരുക്കന്മാരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് അതില് പറയുന്നുണ്ടല്ലോ, ആ ദത്താത്രേയ ഗുരു ഇവരുടെ അടുത്തേക്ക് പറയുന്നുണ്ടല്ലോ, ആ യദുമഹാരാജാവിനോട് പറയുന്നത് എത്ര മനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. ചിലതും നശിക്കുന്നത് കണ്ടിട്ട്, ഈയാമ്പാറ്റ നശിക്കുന്നത് കണ്ടിട്ട്, ആ കണ്ണിന്റെ ഇന്ദ്രിയമാകുന്ന അല്ലെ, ആ നേത്രേന്ദ്രിയങ്ങൾക്ക് വരുന്ന ദോഷത്തെക്കുറിച്ച്, ആ വിഷയങ്ങളിലേക്ക് പോകുന്ന അല്ലെ, ആകർഷകീയമായിട്ട് പോകുന്നതിനെ കുറിച്ചിട്ട് എത്ര മനോഹരം. അതുപോലെ ചൂണ്ട, ആ നാവിന്റെ രുചി അറിഞ്ഞിട്ട് ആ മത്സ്യമാകുന്ന ഗുരുവിനെ കുറിച്ച് പറയും. ഇതുപോലെ നമുക്ക്, ഞാൻ പറയൊരു ഗാനം ജയചന്ദ്രൻ പാടിയൊരു ഗാനാട്ടോ. പക്ഷെ അതില് ഞാനത് പണ്ട് സിനിമയിൽ വേറെ എന്തോ നിരാശാകാമന ആയിട്ടൊക്കെ പടന്നായിരിക്കാം, ഞാൻ കണ്ടിട്ടില്ല. വലിയ വേർഡ്സ് ഇട്ടോ, ഏകാന്ത പഥികൻ ഞാൻ ഏതു സ്വപ്നവസന്തവനത്തിലെ ഏകാന്ത പഥികൻ ഞാൻ. എന്തൊരു മഹത്തരമായ തത്വമാണ് അതിന്റെ പിന്നിൽ. ആലോചിച്ച് നോക്കൂ. എവിടെ നിന്നെത്തി എന്നറിവില്ല, ഏതാണ് ലക്ഷ്യമെന്നറിവില്ല. അതായത് പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെയാണോ വേണ്ടത് ജീവിതം? അപ്പൊ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതിൽ, ഞാൻ പറഞ്ഞു, ഇതിനെ നമുക്ക് ആ ഗുരുവായിട്ട് സങ്കല്പിക്കുക. ഈ അറിവിനെ ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. പിന്നെ എങ്ങനെയാ ചിന്തിക്കേണ്ടത്? ലക്ഷ്യം ഫിക്സ് ചെയ്യണം. അതുപോലെ ഇതില് മാനവ സുഖമെന്ന മായാമൃഗത്തിനെ തേടുന്ന പാന്തൻ ഞാൻ, തേടുന്ന പാന്തൻ ഞാൻ, ഏകാന്ത പഥികൻ ഞാൻ, ഏതോ സ്വപ്നവസന്തവനത്തിലെ ഏകാന്ത പഥികൻ ഞാൻ. ജയചന്ദ്രൻ പാടിയൊരു പാട്ടാണ്, പി ഭാസ്കരന്റെ രചനയാണ്. മനോഹരമായ കവിതയാണ്. ധാരാളം. അതിന്റെ 2ാമത്തെ ചരണത്തില് വലിയ അത്ഭുതങ്ങളാണ്. കാരണം എന്താ പറയാ, ആ മരണത്തിന്റെ ഇതിനെ കുറിച്ചൊക്കെ അവിടെ ഇത് നിങ്ങൾ അതിന്റെ അവസാനത്തെ 2 ലൈൻ മാത്രം ഞാൻ പറയാം. കൂടാരം പൂകിയ, അതായത് ആകാശമാണ് കൊടയായിട്ട് പറയുന്നത്. ആകാശമായ കൊടക്കയില് വളരെ പാദതന്നരികിൽ ആകാശം നിവർത്തിയ കൂടാരം. അതെന്താ അവസാനം? ആകാശമാണ് നമുക്ക് കൊടയായിട്ട് വരുന്നത്. ആ നിത്യമായ സത്യത്തെ കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നു. സിനിമയിൽ വേറെ അർത്ഥമായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള നിങ്ങൾ പഴയ ഗാനങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്ത് അതിനെ മൂല്യഗാനങ്ങളാക്കി മാറ്റാൻ നമുക്ക് ധാരാളം കഴിവുകൾ ഉണ്ടാവണം. ഇതിലൊക്കെ ബി ഗുഡ്, സീ ഗുഡ്, ഡു ഗുഡ്, അല്ലെങ്കിൽ സീ ഗുഡ് എന്നുള്ള ആശയം വരുത്താൻ നമുക്ക് സാധിക്കണം. വേറൊരു വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഹൃദയേശ്വരന്, ഹൃദയം ഞാൻ എപ്പോഴും പറയില്ലേ, എന്മനം പൊന്നമ്പലം, അത് ഞാൻ കുറെ തവണ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറൊരു അർത്ഥത്തില് ഈ ഒരു എന്താ, പണ്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, തെരുവ് ഗീതം. ഞാനൊരു സ്കൂളിൽ കുറെ പാടിയിട്ടുണ്ട് പണ്ട്. തെരുവ് ഗീതം എന്നുള്ള ഒരു സിനിമയില് ബിച്ചു തിരുമല രചിച്ചിട്ട് യേശുദാസ് പാടിയത്, അതായത് ജയവിജയന്മാര അതിന്റെ സംഗീതമൊക്കെ ഉണ്ടായിരുന്നു. അതില് മനോഹരമായ ഒരു അർത്ഥം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹൃദയം ദേവാലയം, മാനവ ഹൃദയം ദേവാലയം, ഹൃദയം ദേവാലയം, പോയ വസന്തം നിറമാല ചാർത്തും ആരാധനാലയം.
അറിഞ്ഞ ദേവാലയം മാനവ ഹൃദയം ദേവാലയം അല്ലേ ഹൃദയം. അതേപോലെ ഇതിൽ നിങ്ങളൊന്ന് അർത്ഥം വെച്ച് നോക്കൂ കേട്ടോ. ആ ഓരോല്ലേ, ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടക്കാറുണ്ട് ഇവിടെ. എവിടെ? ഇവിടെ. അപ്പൊ നമുക്ക് ഈ അർത്ഥം പറഞ്ഞു കൊടുക്കാനാണ്. ഈ ഹൃദയത്തിൽ, എല്ലാവരുടെ ഹൃദയത്തിലും ഒരു ആറാട്ടൊക്കെ നടക്കാറുണ്ട്. അതിൽ ഏറ്റവും മനോഹരം നോക്കൂ, ഈ പിന്നെ മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ട് ഇവിടെ, സപ്താഹം ചൊല്ലാറുണ്ട് ഇവിടെ. എത്ര മനോഹരമാണ് അതിന്റെ കൺസെപ്റ്റ്, ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇങ്ങനെ ഞാനിതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ധാരാളം കാര്യങ്ങളുണ്ട് ഇതുപോലെ. ഇനി ഈ ഒരു ഭഗവാന്റെ സേയിങ്സ് നമുക്ക് പലപ്പോഴും കവിതകളുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ നമുക്ക് ഈ കുട്ടികളുടെ ലൈഫ് ജേണിയെ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കഴിഞ്ഞ തവണ ഈ ഹൃദയത്തിനെ കുറിച്ച് തന്നെ ഒന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ, ആ ഭഗവാനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഗോഡ് എന്നുള്ള ഡെഫിനേഷൻ പറഞ്ഞപ്പോ ഹൃദയേശ്വരനെ കുറിച്ചൊക്കെ പറയുന്നത്. ഇതിന് സ്വാമി വേറൊരു സേയിങ് പറയുന്നു, ആർട്ട് ഈസ് ഔട്ട്സൈഡ്, ഹാർട്ട് ഈസ് ഇൻസൈഡ്. ആർട്ട് ഈസ് ഔട്ട്സൈഡ്, ഹാർട്ട് ഈസ് ഇൻസൈഡ്. ആർട്ട് മസ്റ്റ് കം ഫ്രം ഹാർട്ട്. എത്ര മനോഹരമായ ചിന്ത ഒന്ന് ആലോചിച്ച് നോക്കൂ. ആർട്ട് ഈസ് ഔട്ട്സൈഡ്, കല എന്നുള്ളത് ഔട്ട്സൈഡ്, ആൻഡ് ഹാർട്ട് ഈസ് ഇൻസൈഡ്. സ്വാമി പറയുന്നു ആർട്ട് മസ്റ്റ് കം ഫ്രം ഹാർട്ട്. എന്ത് മനോഹരമായ ഒരു സേയിങ് ആണ്, ആലോചിച്ച് നോക്കൂ. അപ്പൊ എവിടുന്നാണ് ഈ കല വരേണ്ടത്? ഹൃദയത്തിൽ നിന്ന്. ഉപാസനയാക്കണം. കല ഉപാസനയാകണം എന്ന് പറയാറില്ലേ? സംഗീതം ഉപാസനയാകണം, നൃത്തം ഉപാസനയാകണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതുപോലെ നമ്മുടെ യജ്ഞമാകണം, കർമ്മം യജ്ഞമാക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും പദചലനങ്ങൾ നമ്മൾ പറയാറില്ലേ? അതുപോലെ തന്നെ ഓരോ പ്രവർത്തനങ്ങളും യജ്ഞമാകണം എന്ന് പറയുന്നതിന് ചുരുക്കമാണ്. ആർട്ട് മസ്റ്റ് കം ഫോർ ഹാർട്ട്. സ്വാമി പറയും ബി ആർട്ടിഫിഷ്യൽ ഓൾവേസ്, നോട്ട് ആർട്ടിഫിഷ്യൽ, ബിക്കോസ് ആർട്ട് ഈസ് ഔട്ട്സൈഡ്. ആർട്ടിഫിഷ്യൽ ആവരുത്, മറിച്ച് ആർട്ടിഫിഷ്യൽ ആവണം. HEART, ഹാർട്ട്, ഹൃദയം. അല്ലെ, എന്ത് നെഞ്ചു തൊട്ട് പറയാൻ പറ്റുമോ ഒന്ന് നമ്മൾ ചോദിക്കാറില്ലേ? നെഞ്ചു തൊട്ട് പറയാൻ പറ്റുമോ? ഭഗവാൻ പറഞ്ഞു. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ പിന്നെ ദേഷ്യപ്പെടുമ്പോ നമ്മൾ എന്തിനാ ഷൗട്ട് ചെയ്യുന്നത്? ആരും ദേഷ്യം ഒച്ചയില്ലാതെ ദേഷ്യപ്പെടും, ഇങ്ങനൊന്നും ചെയ്യലേ എന്ന് പറയില്ല, ഏയ് എന്നൊക്കെ പറയുള്ളൂ. എന്തിനാണ് ഈ ഷൗട്ട് ചെയ്യുന്നത്? വൈ യു ആർ ഷൗട്ടിങ് വെൻ യു ആർ ആംഗ്രി? അതിന്റെ തത്വം എത്ര മനോഹരമാണ്, ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് ഷൗട്ട് ചെയ്യുമ്പോ ഹൃദയങ്ങൾ തമ്മിൽ വളരെ അകലമുണ്ട് അത്രേ. അപ്പൊ ദൂരെയുള്ള ഹൃദയത്തെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് പറയുന്നത്. രണ്ട് ഹൃദയങ്ങളും തമ്മിൽ വളരെ, അല്ലെ, ആ ഷൗട്ട് ചെയ്യുന്ന ആ സമയത്ത് ഈ ഷൗട്ട് ചെയ്യുന്ന ആളും അത് ആരോടാണ് ഷൗട്ട് ചെയ്യുന്നത്, ആ വ്യക്തിയും തമ്മിൽ ഹൃദയ ബന്ധം വളരെ അകലുന്നു. അപ്പൊ ദൂരെയായി. അപ്പൊ ആ ദൂരെയുള്ള ഹൃദയത്തെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒച്ചത്തിൽ പറയാണത്രേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ നോക്കൂ, അത്ര മനോഹരമായ കൺസെപ്റ്റ് ആണ്. അപ്പൊ ഷൗട്ട് ചെയ്യുമ്പോൾ ഹൃദയം അടുത്തല്ല, ഹൃദയങ്ങൾ അകലുന്നു എന്ന് പറയുന്നതിന്റെ ഒരു താത്വികമായ പറയാം. അതുകൊണ്ട് ഷൗട്ട് ചെയ്യുന്നത് സമയത്ത് എന്താ, ദേഷ്യപ്പെടുമ്പോ ഷൗട്ട് ചെയ്യും, ഷൗട്ട് ചെയ്യുന്നത് ഹൃദയങ്ങൾ തമ്മിൽ അകല. അപ്പൊ സ്വാമിയുടെ ആർട്ടിഫിഷ്യൽ എന്നുള്ള ആ ഒറ്റ വേർഡ് ഉപയോഗിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഹൃദയം തൊട്ട് പറയണം എന്ന് പറയല, ആ നെഞ്ഞത്ത്. കാരണം ഇവിടെ ആണ് ഭഗവാൻ, ആ ശ്രീകോവിൽ ഇവിടെയാണ്. അത് ഒരിക്കലും പിന്നെ കുട്ടികളടുത്ത് ഇങ്ങനെ അടിച്ചടിച്ച് ഉള്ളിലേക്ക് ആണിയടിച്ച് കുറ്റിയടിക്കണം എന്ന് പറയുന്ന പോലെ ഉണ്ടാക്കേണ്ട ഒരു പിന്നെ തിയറിയാണ് ഈ ഹൃദയം ശ്രീ ദേവാലയം എന്നുള്ളത്. അല്ലെ, ആ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത എന്ന് പറഞ്ഞു. ശരീരം ആകുന്ന ക്ഷേത്രത്തിലെ ആ ശ്രീകോവിലാണ്. എന്മനം പൊന്നമ്പലം അതിൽ നിന്റെ ശ്രീരൂപം. അത് മറക്കരുത് കുട്ടികളോട്. അതുകൊണ്ടാണ് നമ്മൾ പകലിലും കൂരിരുളിലും ഈ നടയടക്കില്ല, എപ്പോഴും തുറന്നിരിക്കുന്നത്. ഇത് ഭഗവാൻ എപ്പോഴും തുറന്നിരിക്കുന്ന, ആർക്ക് എപ്പോഴും ഫ്രീ എൻട്രി ആണ് ഇതിന്റെ ഉള്ളിലേക്ക്. കാരണം ഈ ഹൃദയത്തിലുള്ള ഭഗവാൻ എപ്പോഴും ഉണർന്ന് ജാഗ്രതാവസ്ഥയിലാണ്. ഈ സൂക്ഷ്മ രൂപത്തിൽ എന്റെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാൻ നിരന്തരമായിട്ട് ഈ ശരീരമാകുന്ന രഥത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശരീരമാകുന്ന രഥത്തെ നയിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഏൽപ്പിക്കാൻ പര്യാപ്തമാക്കുന്ന വിധത്തിലുള്ള ഒരു സ്വഭാവ രൂപീകരണം നടക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനിപ്പോ ഇട്ട സർക്കുലർ, അതായത് ഭഗവത്ഗീത പഠനം നിത്യജീവിതത്തിലേക്ക് കുട്ടികൾക്ക്. അതിനു വേണ്ടിയിട്ടാണ് ആ ഗീത അവരുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ മത്സരമൊക്കെ നടത്തുന്നത്. അപ്പൊ ഈ ഒരു സ്വഭാവ സവിശേഷത, ആർട്ട് ഈസ്
outside, heart is inside. Art must come from heart. Be artificial എന്നൊക്കെ ഭഗവാൻ പറയുന്ന ആ ചിന്തനം നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവണം. അടുത്ത സ്വാമിയുടെ മനോഹരമായ ഒരു വേർഡാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു കഥയൊക്കെ ഡിറ്റർമിനേഷന്റെ കഥ പറഞ്ഞിരുമ്പോൾ പറഞ്ഞിരുന്നു, അതുമായിട്ട് ഏതാണ്ട് ബന്ധമുള്ള വെൻ ഗാഡ് കോൾസ് ഈവൻ ഡെവിൾസ് വർക്ക് എന്ന് ഞാൻ അന്ന് പറഞ്ഞു. വെൻ ഗോഡ് കോൾസ് ഈവൻ ഡെവിൾസ് വർക്ക്, ആ പള്ളിയിൽ പോകുന്ന ആളുടെ കഥയൊക്കെ ഞാൻ പറഞ്ഞത് ഡിറ്റർമിനേഷന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഇവിടെ അതുമായിട്ട് മനോഹരമായ വേറൊരു വേർഡ് ഭഗവാൻ പറഞ്ഞത്, ദ ലോർഡ് ഈസ് ഈവൻ ഇൻ ഡെവിൾ. ആലോചിച്ച് നോക്കൂട്ടോ, അത് എഴുതിയാലേ മനസ്സിലാവുള്ളൂ. ഇംഗ്ലീഷിൽ തന്നെ എഴുതാം, മലയാളത്തിൽ എഴുതിയിരിക്കാൻ. ദ ലോർഡ് ഈസ് ഈവൻ ഇൻ ഡെവിൾ. എന്തുകൊണ്ട്? എങ്ങനെയാ? ദർ ഈസ് ഓൾറെഡി എ ദേവി ഇൻ ഇറ്റ്. ഡെവിളിന്റെ സ്പെല്ലിംഗ് എന്താ? DEVIL. അപ്പൊ ഒരു എൽ അവിടുന്ന് മാറ്റിയാൽ അത് ദേവിയായി. അപ്പൊ സ്വാമി പറയണു, ദർ ഈസ് ഓൾറെഡി ആ ജഗദംബ ഇസ് ദർ ഇൻ ദ ഡെവിൾ. ദേവി ഈസ് ദർ. എന്ത് ആ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമ്മളിത് ആ രീതിയിൽ പറഞ്ഞത്. അപ്പൊ ആ ജഗദംബയെ അല്ലെ, ആ പരമാത്മാവായ ജഗദംബയെ ആശ്രയിക്കാൻ നമ്മൾ പഠിപ്പിക്കണം എന്നല്ലേ പറയാ. ആ അമ്മയെ അല്ലെ, ആ അമ്മ ആണല്ലോ എല്ലാം. ആ പരമാത്മ ചൈതന്യമായ ആ ജഗദംബയെ ആശ്രയിക്കാനാണ് നമ്മൾ പഠിപ്പിക്കേണ്ടതെന്ന് പറയും. ആ അമ്മ എന്ന ഈശ്വരൻ തന്നെ, ഭഗവാൻ, ഗോഡ് എന്നുള്ള കൺസെപ്റ്റ് തന്നെ. ഇവിടെ ആ ദേവി ഡെവിളിലുമുണ്ട്. അപ്പൊ ദ ലോർഡ് ഈസ് ഈവൻ ഇൻ ഡെവിൾ. The Lord is even in devil, DEVIL, because there is already a Devi in it. കാരണം ഡെവിളിന്റെ സ്പെല്ലിംഗിൽ DEVI ദേവി ഉണ്ട്. അപ്പൊ ജഗദംബയെ ഈവൻ സ്മരിക്കാൻ ഡെവിളിനെ കാണുമ്പോഴും സീ ഗുഡ് അല്ലെ, നാം നേരത്തെ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ആ ജ്യോതിർധ്യാനം ചെയ്യുമ്പോൾ നമ്മള് ഡെവിളായിട്ട് നമ്മളെ കാണുന്ന ചിലരുണ്ടാവുമല്ലോ, നമ്മുടെ ശത്രുക്കളായി കാണുന്ന. നമുക്ക് ശത്രുക്കളില്ല കേട്ടോ. നമ്മളെ ശത്രുക്കളായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയുമെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവരുത്. നമ്മളെ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലും ഭഗവാനെ കാണാൻ. അപ്പൊ അവിടെ ഇത് ഓർമ്മിക്കാം. ദ ലോർഡ് ഈസ് ഈവൻ ഇൻ ഡെവിൾ. ഹൗ? ദർ ഈസ് ഓൾറെഡി എ ദേവി ഇൻ ഇറ്റ്. അല്ല, ഇതൊക്കെ സ്പെല്ലിംഗ് എഴുതിയിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. DEVIL, ഡെവിൾ. അതിൽ എൽ മാറ്റുക, അപ്പൊ ദേവിയായി. അപ്പൊ ഓൾറെഡി ആ ഡെവിളിലെ ഒരു ദേവി കഴിഞ്ഞിട്ടാണ് എല്ല് വന്നിരിക്കുന്നത്. അപ്പൊ ആ കൺസെപ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അപ്പൊ ആ സീ ഗുഡ് എന്നുള്ളത് ആ യേശുദേവന്റെ എക്സാമ്പിൾ ഒക്കെ ഒന്നുകൂടി നമുക്ക് സ്വാധീകരിക്കാൻ സാധിക്കും. ഇനി ഭഗവാൻ അടുത്തത് ഈ നമ്മുടെ വിശ്വാസമല്ലേ എല്ലാം എന്നൊക്കെ നമ്മള് അഡ്വർടൈസ്മെന്റ് ഒക്കെ കേൾക്കാറുണ്ടല്ലോ. വിശ്വാസം അതല്ലേ എല്ലാം എന്നൊക്കെ നമ്മൾ പറയാറില്ല. അത് നമുക്ക് അതേ സ്റ്റൈലിൽ നമുക്ക് കുട്ടികളെ പറഞ്ഞു കൊടുക്കാം. സ്വാമി പറയുന്നു, വിശ്വാസ ഈസ് ദ ശ്വാസ ഓഫ് ലൈഫ്. വിശ്വാസ ഈസ് ദ ശ്വാസ ഓഫ് ലൈഫ്. ഇങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസ ഈസ് ദ ശ്വാസ ഓഫ് ലൈഫ്. അപ്പൊ ഫെയ്ത്ത് ആണ് ഫണ്ടമെന്റൽ ആയിട്ട് വേണ്ടത് അല്ലെ. ഈ നാമത്തിലും രൂപത്തിലുമുള്ള അചഞ്ചലമായ വിശ്വാസം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഫെയ്ത്ത്, ആ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫെയ്ത്ത്. ഈ നാമത്തിലും ഈ രൂപത്തിലുമുള്ള അചഞ്ചലമായ വിശ്വാസമാണ് വേണ്ടത് എന്ന് നമ്മളുടെ ഭഗവാന്റെ രൂപത്തിനെ കുറിച്ചും നാമത്തിനെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ ഈശ്വരന്റെ നാമരൂപതികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് വിശ്വാസം എന്നുള്ളത് നമ്മുടെ ശ്വാസോച്ഛ്വാസം, പ്രാണനെ പോലെ നമുക്ക് ആവശ്യമാണ്. എന്തുകൊണ്ട്? ഞാൻ ഇതിന്റെ ആ സോക്രട്ടീസിന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ വെള്ളത്തിൽ പിടിച്ചു മുക്കുന്നതൊക്കെ. പ്രാണനായിട്ട് തോന്നണം വിശ്വാസം. ഇതില്ലാതെ എനിക്ക് ഇരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം വരുന്നത്. അപ്പൊ ആ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം എന്താ? ശ്വാസോച്ഛ്വാസം പോലെയാണ്. ശ്വാസോച്ഛ്വാസം ഇല്ലാതെ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ലൈഫിൽ ജനിച്ചത് മുതൽ ആ ജനനം, നമ്മുടെ അമ്മയുടെ വയറ്റിൽ ഉദരത്തിൽ ആ ജനിക്കുന്ന ആ നിമിഷം തൊട്ട് അല്ലെങ്കിൽ ആ അവസാന നിമിഷം വരെ, ആ മരണക്കിടക്കയിൽ അല്ല അവസാന ശ്വാസം വലിച്ചു എന്നൊക്കെ, അന്ത്യശ്വാസം വലിച്ചു എന്നൊക്കെ പറഞ്ഞു, അതുവരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ശ്വാസോച്ഛ്വാസം. അപ്പൊ അതെന്താ അങ്ങനെയുള്ള അതുപോലെ ആയിരിക്കണം ഫെയ്ത്ത്. ഈശ്വരനുള്ള വിശ്വാസവും അതുപോലെ അവസാന നിമിഷം വരെ അചഞ്ചലമായ ഈ വിശ്വാസമായിരിക്കണം ഭഗവാൻ പറയുന്നു. അപ്പോ സ്വാമി അടുത്തൊരു സെയിങ് കേട്ടോ, ദ വേൾഡ് ടുഡേ. ഇത് സ്വാമിയുടെ വേർഡ്സ് കൊണ്ടുള്ള കളിയാണ്. സ്വാമിയുടെ കൗതുകപരമായ ധാരാളം ഇതുപോലുള്ള സെയിങ് ഉണ്ട്, വേർഡ്സ് ഉണ്ട്. ദ വേൾഡ് ടുഡേ നീഡ്സ് സയന്റിസ്റ്റ്. എങ്ങനെ സ്പെല്ലിംഗ് അറിയോ?
സാധാരണ സയന്റിസ്റ്റ് എന്താ? SCIEN അല്ലെ? അങ്ങനെയല്ല, സയന്റിസ്റ്റ് എല്ലാവർക്കും INTIS, ഇങ്ങനെയാണ് STS എന്ന് പറയും, സയന്റിസ്റ്റ്. ഇവിടെ ഭഗവാൻ പറയുന്നു ദ വേൾഡ് ടുഡേ നീഡ്സ് സയന്റിസ്റ്റ്. എന്താ അറിയോ? SAINTISTS, സയന്റിസ്റ്റ്. സായിയാകുന്ന ശാസ്ത്രത്തിൽ ഗവേഷണം ചെയ്ത് ശാസ്ത്രജ്ഞനായ, അങ്ങനെ സയന്റിസ്റ്റ് ആണ്. സായിയില് ഇൻറ്റിസ്റ്റ്, അങ്ങനെയുള്ള ഇൻറ്റിസ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. സയന്റിസ്റ്റ് അല്ല, സയൻസിൽ ഇൻറ്റിസ്റ്റ് ആയവരല്ല, മറിച്ച് സായിൽ ഇൻറ്റിസ്റ്റ് ആയവരാ. ഞാൻ പറഞ്ഞ പോയിന്റ് മീനിങ്ലെസ് ആയിട്ട് തോന്നരുത്. സായിൽ ഇൻറ്റിസ്റ്റ്, സായി ഇൻറ്റിസ്റ്റ്, SAINTISTS, സയന്റിസ്റ്റ്. സയന്റിസ്റ്റ് ആണ് നമുക്ക് ആവശ്യം ഇന്ന്, സയന്റിസ്റ്റ് അല്ല. SCIENTISTS അല്ല. സയൻസിൽ സയൻസ്, അത് സയൻസ് ആണ്. ഇവിടെ ഇത് ഭഗവാന്റെ ഇതുകൊണ്ടുള്ള കളി, ആ വേർഡ്സ് കൊണ്ടുള്ള കളികൾ എന്ത് മനോഹരമാണ്. കുട്ടികൾക്കൊക്കെ ത്രില്ലിംഗ് ആയിട്ട് മാറും. സ്വാമി അല്ലെ, നമുക്ക് സ്വാമിയുടെ പ്രഭാഷണമൊക്കെ ഇടയ്ക്കൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാല് സ്വാമി ആ വേർഡ്സ് കൊണ്ട് കളിക്കുന്നത് മറ്റാർക്ക്, അവതാര പുരുഷന് മാത്രം സാധിക്കുന്ന എന്തൊരു മനോഹരമായ ആ പ്രഭാഷണങ്ങളാണ്. അതുകൊണ്ടാണ് സ്വാമിയുടെ സ്റ്റുഡൻസ്, ഈ റേഡിയോ സായിലൊക്കെയുള്ള സ്വാമിയുടെ സ്റ്റുഡൻസ് ഒക്കെ ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് അനലൈസ് ചെയ്യുന്നത്. കാരണം ഒരു യുഗം അനലൈസ് ചെയ്താൽ തീരില്ല. സ്വാമിയുടെ ഒരു പ്രോഗ്രാമില് കുട്ടികൾ ഞങ്ങളോട് പറയായിരുന്നു, പ്രഭാഷണമൊക്കെ ഇങ്ങനെ വായിച്ചു പോകാനുള്ള ഒന്നുമല്ല, ഈച്ച് സെന്റൻസ് ആ വേർഡ് ബൈ വേർഡ് ആയിട്ട് നിങ്ങൾക്ക് ദിവസങ്ങളോളം പഠിക്കാനും ഉള്ളതാണ് എന്ന് പറഞ്ഞു. അതുമാണ് വിശ്വാസ ഇസ് ദ ശ്വാസ ഓഫ് ലൈഫ്. ദ വേൾഡ് ടുഡേ നീഡ് സയന്റിസ്റ്റ്, നോട്ട് സയന്റിസ്റ്റ്. എത്ര മനോഹരം. അതുകൊണ്ട് ഭഗവാൻ പറയുന്ന ഈ സേയിങ്സ് നമുക്ക് കുട്ടികളിലേക്ക് ആ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ എത്തിക്കാൻ പറ്റണം. അടുത്തത് സ്വാമി പറയുന്നു, സ്വാമിയുടെ മൈ ഓൺലി ഡിസയർ, എന്റെ ഒരേ ഒരു ആഗ്രഹം, ഈസ് ടു മേക്ക് യു ഡിസയർലെസ്. അല്ല, എന്ന് ആലോചിച്ചു. എനിക്കുള്ള ഒരേ ഒരു ആഗ്രഹം, മൈ ഓൺലി ഡിസയർ ഈസ് ടു മേക്ക് യു ഓൾ ഡിസയർലെസ്. നിങ്ങളെയൊക്കെ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ് എനിക്കുള്ള ഒരേ ഒരു ആഗ്രഹം. എന്തൊരു കൺസെപ്റ്റ് ആണല്ലേ. ആ സീലിംഗ് ഓൺ ഡിസൈൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് സ്വാമിയുടെ ഈ ബില്ലിനെ കുറിച്ച് പറയാം. സ്വാമിയുടെ ആഗ്രഹം, ഭഗവാൻ ആഗ്രഹമൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിച്ചേക്കാം. ഭഗവാൻ ആഗ്രഹം ഇതാണ്, നിങ്ങളെ ഒരിക്കലും ഒരു ആഗ്രഹവും ഇല്ലാതാക്കി മാറ്റുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അപ്പൊ ആ ഈശ്വരന്റെ ആഗ്രഹം എന്താണെന്നുള്ളത് നമുക്ക് കുട്ടികളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ സാധിക്കണം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് വളരെ കോമൺ ആയിട്ടുള്ളൊരു സേയിങ് ആണ്, പക്ഷെ എങ്കിലും ഇതിനെ കുറിച്ച് കുട്ടികൾക്ക് കുറേ പറഞ്ഞു കൊടുക്കണം. ഇത് സാധാരണ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കുട്ടികൾക്ക്. വെൻ വെൽത്ത് ഈസ് ലാസ്റ്റ്, സംതിങ് ഈസ് ലാസ്റ്റ്. സോറി, വെൻ വെൽത്ത് ഈസ് ലാസ്റ്റ്, നത്തിങ് ഈസ് ലാസ്റ്റ്. വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ധനം, നമുക്കുള്ള സമ്പത്ത്. അത് എങ്ങനെ എന്തോ ആവാം. വെൻ വെൽത്ത് ഈസ് ലാസ്റ്റ്, നത്തിങ് ഈസ് ലാസ്റ്റ്. വെൻ ഹെൽത്ത് ഈസ് ലാസ്റ്റ്, സംതിങ് ഈസ് ലാസ്റ്റ്. ആരോഗ്യം നശിച്ചാൽ കുറച്ചൊക്കെ പോയി ജീവിതത്തിൽ. പിന്നെയോ, വെൻ ക്യാരക്ടർ ഈസ് ലാസ്റ്റ്, എവ്രിതിങ് ഈസ് ലാസ്റ്റ്. വെൻ ക്യാരക്ടർ ഈസ് ലാസ്റ്റ്, എവ്രിതിങ് ഈസ് ലാസ്റ്റ്. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് നമ്മളെ പലതരത്തിലും അല്ലെ, എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികളിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലും ഭഗവാൻ ആ ക്യാരക്ടർ എന്നുള്ള രൂപത്തിലേക്ക്. സ്വഭാവ രൂപീകരണമാണ് ജീവിതം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവർക്ക്. ആ നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ സ്വഭാവ രൂപീകരണം ചെയ്ത് അത് ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടവരാണ് ഞങ്ങൾ എന്നുള്ള ബോധം അടുത്ത ജനറേഷനിലേക്ക് അങ്കുരിപ്പിക്കണമെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ സ്വഭാവ രൂപീകരണത്തെ കുറിച്ച് പല മാർഗങ്ങളിലൂടെ, പല മെത്തേഡ്സിലൂടെ, ഭഗവാന്റെ പല വചനങ്ങളിലൂടെ പറയാൻ സാധിക്കണം. അതുകൊണ്ടാണ് നമുക്ക് ഇത് പറയുന്നത്. വെൻ വെൽത്ത് ഈസ് ലാസ്റ്റ്, ധനം പോയാൽ തിരിച്ചു കിട്ടുന്നതാണ്. നത്തിങ് ഈസ് ലാസ്റ്റ്. വെൻ ഹെൽത്ത് ഈസ് ലാസ്റ്റ്, സംതിങ് ഈസ് ലാസ്റ്റ്. അതും പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടില്ല, തിരിച്ചു കിട്ടാം. പക്ഷെ വെൻ ക്യാരക്ടർ ഈസ് ലാസ്റ്റ്, എവരിതിങ് ഈസ് ലാസ്റ്റ്. പിന്നെ നിനക്കൊന്നുമില്ല ജീവിതം, അത് നശിച്ചു ജീവിതം. സ്വഭാവം, അതുകൊണ്ടാണ് എങ്ങനെയാ ഈ സ്വഭാവ രൂപീകരണം നടക്കുന്നത്? When there is righteousness in the heart, there is beauty in character. സ്വഭാവ രൂപീകരണം നടക്കുന്നത് എങ്ങനെയൊക്കെയാ? When there is righteousness in the heart, there is beauty in character. പിന്നെയോ, character is equal to P plus P plus P, അല്ലെ? P plus P plus
പി. എത്ര മനോഹരം, 3 P കൂടി ചേർന്നാൽ പ്യൂരിറ്റി, പേഷ്യൻസ് ആൻഡ് പേഴ്സീവറൻസ്. ഇത് മൂന്നും. പ്യൂരിറ്റി എങ്ങനെ ഉണ്ടാവും? ചിന്ത, വാക്ക്, പ്രവൃത്തി എന്നിവയെ ശുദ്ധീകരിച്ച് ഏകീകരിക്കുക. ഈ ചിന്ത, വാക്ക്, പ്രവൃത്തി എങ്ങനെയാ ശുദ്ധീകരിക്കുക? ശുദ്ധീകരിക്കാൻ ചിന്തയിലടിഞ്ഞോരഴുക്കുകൾ 1000 ആറ്റിൽ കുളിച്ചാലും പോവില്ല, ഒരിക്കലവൻ നാമം ലയിച്ചു ചൊന്നാൽ അകതാരിൽ ശുദ്ധത വന്നീടും, പരമാനന്ദം തന്നീടും. അവിടെയാണ് ആ നാമസ്മരണയുടെ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ. ഇത് തന്നെയാണ് എന്തിനുള്ള മാർഗം? നല്ല ചിന്തയുണ്ടാവാനും. അപ്പൊ ഇതെല്ലാം തമ്മിൽ ബന്ധമാണ്. നല്ല സ്വഭാവം എങ്ങനെ ഉണ്ടാകും? നല്ല ചിന്തകളിലൂടെ, പരിശുദ്ധമായ ചിന്തകളിലൂടെ, പേഷ്യൻസിലൂടെ, ക്ഷമയോടെ കാത്തിരിക്കുന്നതിലൂടെ, പിന്നെയോ സ്ഥിരമായ ഉത്സാഹത്തിലൂടെ, പെർസീവറൻസിലൂടെ. ഇതെല്ലാം ഇന്റർ ലിങ്ക്ഡ് ആയിട്ട് ഇങ്ങനെ ശ്രേണിയായിട്ട് അതിങ്ങനെ 1 by 1 ആയിട്ട് നമുക്ക് കൊണ്ടുപോയിട്ട് കുട്ടികളുടെ മുമ്പിൽ ഡൗട്ട്ലെസ് ആയിട്ട് അവതരിപ്പിക്കാനുള്ള കഴിവുണ്ടാവണം. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒന്നിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഓവറോൾ ആയിട്ടുള്ള, ഞാൻ പറയാലോ ഓവറോൾ പേഴ്സണാലിറ്റി എന്ന് പറയല്ലേ, ഓവറോൾ ആയിട്ടുള്ള ഒരു വിഷൻ നമുക്ക് ഉണ്ടാവണം. ഓവറോൾ വിഷൻ ഉണ്ടായാൽ മാത്രമേ ഈ കൺസെപ്റ്റ് നമുക്ക് കുട്ടികളിലേക്ക് അങ്ങനെ തന്നെ പകർന്നു കൊടുക്കാൻ സാധിക്കുള്ളൂ. ഓവറോൾ വിഷനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെ 4 ഈ ലൈഫ് ആകുന്ന വലിയ ജേണിയിൽ, ഞാൻ ഏകാന്ത പതികം എന്നുള്ള പാട്ടൊക്കെ പാടിയില്ലേ, ഇവിടെ നമ്മൾ നേരത്തെ ഉള്ള പോലെ തന്നെ അതില് എവിടെ നിന്നെത്തി എന്നറിയില്ല, ഏകാണ് ലക്ഷ്യമെന്നറിയില്ല. അറിയാത്ത കുട്ടികളാ. സ്വാമി പറയുന്നു 4 ചോദ്യങ്ങൾ ചോദിക്കാൻ കുട്ടികളോട്, നിരന്തരമായി ചോദിക്കാൻ കുട്ടികളോട് പഠിപ്പിക്കണം അത്രേ. 4 ചോദ്യങ്ങൾ. ഏതൊക്കെയാണ് 4 ചോദ്യങ്ങൾ? നമ്പർ 1, ഹു ആം ഐ? ഞാൻ ആരാണ് എന്ന് ചോദിക്കാം, സ്വയം ചോദിക്കാൻ. ഇത് നിരന്തരമായിട്ട് ചോദ്യം ഉത്ഭവിച്ചുകൊണ്ടേയിരിക്കണം അവന്റെ മനസ്സിൽ. ഹു ആം ഐ, നമ്പർ 1. രണ്ടാമത്തത്, വേർ ഫ്രം ഐ ആം കമ്മിങ്? ഞാൻ എവിടുന്നാണ് വരുന്നത്? എന്റെ ഉത്ഭവസ്ഥാനം എവിടെ? വേർ ഫ്രം ഐ ഹാവ് കം? എവിടുന്ന് വന്നു ഞാൻ? അപ്പൊ ഇപ്പൊ നേരത്തെ പാട്ടില് എവിടെ നിന്നെത്തി എന്നറിവില്ല. അടുത്തത് ഇവിടെ പറയുന്നു, അടുത്ത ചോദ്യം ഇതാണ്, വേർ ഐ ആം ഗോയിങ്? വേർ ഐ ആം ഗോയിങ്? ഏതാണ് ലക്ഷ്യമെന്നറിയില്ല. അവിടെ അറിയാതിരിക്കുന്ന അതുപോലെ എല്ലാ മക്കളെയും നിങ്ങൾ ആവേണ്ടത്. ഇതുപോലെ ആകരുത്. ഏതുപോലെ ഈ പാട്ടിൽ പറയുന്നത് പോലെ ആകരുത്. എവിടെ നിന്ന് എത്തിയെന്ന് അറിയില്ല. പക്ഷെ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇതിന്റെ ലക്ഷ്യം അറിയണമെങ്കിൽ നിരന്തരമായിട്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കണം. 3 എണ്ണമായി. 4 ചോദ്യങ്ങളിൽ 3 എണ്ണമായി. ഇനി 4-മത്തത്, ഹൗ ലോങ് ഷാൽ ഐ ബി ഹിയർ? എത്ര കാലം എനിക്ക് ഇവിടെയുണ്ട്? അപ്പൊ ആദ്യത്തെ ചോദ്യം ഹു ആം ഐ, രണ്ടാമത്തെ ചോദ്യം വേർ ഫ്രം ഐ ആം കമ്മിങ്, മൂന്നാമത്തെ ചോദ്യം വേർ ഐ ആം ഗോയിങ്, 4-മത്തെ ചോദ്യം ഹൗ ലോങ് ഐ ഷാൽ ബി ഹിയർ? ഞാൻ എത്ര കാലം ഇവിടെ ഉണ്ടാകും? 4 ചോദ്യങ്ങൾ കുട്ടികളോട് ചോദിക്കാൻ പറയണം. മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതി മറന്നു പോം മനമെല്ലാം. അപ്പൊ ആ മരണചിന്ത ഉണ്ടാവാനല്ല, മരണഭീതി ഉണ്ടാവാനല്ല, പാപഭീതി ഉണ്ടാവാനാണ്. ദൈവപ്രീതി, പാപഭീതി, സംഘനീതി. ഈ മൂന്നാമത്തതിന് വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു കേട്ടോ. ഈ സംഘനീതിക്ക് വളരെ പ്രധാനപ്പെട്ടത്. ആ സംഘനീതി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ അവസാനത്തെ കാര്യം പറയുന്നത്. അതായത് ഹൗ ലോങ് ഐ ഷാൽ ബി ഹിയർ. സംഘനീതി ഇല്ലാത്ത ആദ്യത്തെ 2 വേസ്റ്റ് ആണ്. ഏത്? ദൈവപ്രീതി, പാപഭീതി. പലർക്കും ദൈവപ്രീതി ഉണ്ടാവും, പാപഭീതി ഉണ്ടാവും. പക്ഷെ സംഘനീതിയിലേക്ക് അത് എത്തില്ല. സംഘനീതിയിലേക്കും കൂടെ എത്തിയാൽ മാത്രമേ അതിന് പ്രാധാന്യമുള്ളൂ. അപ്പൊ ദൈവപ്രീതി, പാപഭീതി, സംഘനീതി, ഈ 3ഉം നമ്മുടെ കുട്ടികളിലേക്ക് ഉണ്ടാകാൻ നമുക്ക് പര്യാപ്തമാക്കണം. നമ്മൾ ഭഗവാൻ പറയുന്നു, പലപ്പോഴും ഇതൊന്നും ഇല്ലാതെ അല്ലെ, ഹലോ ഔട്ട്സൈഡ്, ഹോളോ ഇൻസൈഡ്. സ്വാമി പറയുന്നതാ, ഹലോ ഔട്ട്സൈഡ്, ഹോളോ ഔട്ട്സൈഡ്. ഇത്ര മനോഹരാണ് കൺസെപ്റ്റ്. ഹലോ എന്നുള്ളത് അല്ലെ, നമ്മൾ ഫോൺ എടുക്കുമ്പോ ഹലോ 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 എന്ന് പറയില്ലേ? ഹലോ ഔട്ട്സൈഡ്. സംഘനീതി എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. സംഘനീതി എന്താ? സമുദായത്തിൽ, നമ്മളെ കൊണ്ട് സമുദായത്തിൽ പ്രയോജനം ഉണ്ടാവണം. നമ്മള് സമുദായത്തിന്റെ, ഭഗവാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് എല്ലാവരോടും, നമ്മൾ ആരെയും ഉപദ്രവിക്കാതെ
നമ്മുടെ കാര്യം മാത്രം നോക്കിയിട്ട് ഒരാളുടെ കാര്യത്തിൽ ഇടപെടാതെ നല്ല ചിന്തകളോടെ നല്ല ജീവിതം നയിച്ച് വീട്ടിലിരിക്കുന്നു എന്ന് വിചാരിക്കാം. ശ്രീമദ് ഭാഗവതം അവനെ പാപി എന്നാ പറയാ, അങ്ങനെയുള്ളവനെ. ഇത് മനസ്സിലായിക്കോളും. ഇതാണ് നമ്മുടെ കുട്ടികൾക്കോട്. നമ്മുടെ സ്വന്തം കാര്യം നോക്കിയിട്ട് നല്ല കാര്യം മാത്രം ചെയ്ത് മറ്റ് സമുദായത്തിലെ കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ സ്വന്തം ആരും ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല. മറ്റു കൂട്ടത്തിനും കുറിക്കും ഒന്നും പോകില്ല എന്ന് പറയില്ല നമ്മള്. ആരുടെ കൂട്ടത്തിനും കുറിക്കും ഞാൻ പോകാറില്ല എന്ന് പറയുന്നത് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് പലരും പറയാറുണ്ട്. തെറ്റാണ്, പാപിയാണ് അവര്. ശ്രീമദ് ഭാഗവത്തിലെ ശ്ലോകം എനിക്ക് പറയാൻ അറിയില്ല. ശ്രീമദ് ഭാഗവത്തിലെ ശ്ലോകം വളരെ പ്രസിദ്ധമാണ്. ഞാൻ വേണമെങ്കിൽ അടുത്ത എപ്പോഴെങ്കിലും അത് പറഞ്ഞുതരാം. ശ്രീമദ് ഭാഗവത്തിലെ ഇത് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ഇതിനു മുമ്പ് ഒരു തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ശ്ലോകം പ്രകാരം അതാണ് ഇവിടെ പറഞ്ഞത്. സംഘനീതി എന്ന നമ്മുടെ ദൈവപ്രീതിയും നമ്മുടെ പാപഭീതിയും സംഘനീതിക്ക് ഉപയുക്തമാകുന്നില്ലെങ്കിൽ ഈ ദൈവപ്രീതി കൊണ്ടോ പാപഭീതി കൊണ്ടോ ഒരു പ്രയോജനവുമില്ല. അപ്പൊ സംഘനീതി ഈസ് വളരെ പ്രധാനപ്പെട്ടതാണ്. പാപഭീതിയും ദൈവപ്രീതി ഉള്ള സ്ഥലത്ത് സംഘനീതി ഉണ്ടാവുന്ന ഉറപ്പില്ല. ഇൻഡിവിജ്വൽ ആയിട്ട് ഇപ്പോ നിങ്ങൾ പറഞ്ഞത് എനിക്ക് യോജിപ്പില്ല. ദൈവപ്രീതിയും പാപഭീതിയും ഉള്ളവരിൽ സംഘനീതി ഉണ്ടാവില്ല. ദൈവപ്രീതിയും പാപഭീതിയും ഉള്ള കുറെ പേരുണ്ടായാലേ സംഘനീതി ഉണ്ടാവുള്ളൂ. ദൈവപ്രീതിയും പാപഭീതിയും ഉള്ള കുറെ പേർ സൊസൈറ്റിയിൽ ഉണ്ടായാലേ സംഘനീതി ഉണ്ടാവുള്ളൂ. ഇൻഡിവിജ്വൽ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. ദൈവപ്രീതിയും പാപഭീതിയും ഉള്ള അനേകം പേര് സൊസൈറ്റിയിൽ ഉണ്ടായാൽ മാത്രമേ അവിടെ സംഘനീതി ഉണ്ടാവുള്ളൂ. അല്ലാതെ ഓട്ടോമാറ്റിക് അല്ല. നേരെ മറിച്ച് ദൈവപ്രീതിയും പാപഭീതിയുമുള്ള ഒരു വ്യക്തിക്ക് തന്നെ സംഘനീതി ഉണ്ടാക്കാൻ സാധിക്കും. അവിടെയാണ് ഞാൻ കുട്ടികളോട് പറയുന്നത്, ആയിരക്കണക്കിന് ആൾക്കാരുടെ കല്ലേറ് കൊള്ളുന്ന തെരുവ് പട്ടിയാകുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് ആയിരക്കണക്കിന് ആൾക്കാർ വെളിച്ചം കൊടുക്കുന്ന തെരുവ് വിളക്കായി മാറുന്നത്. എ സ്ട്രീറ്റ് ഡാർക്ക്, ആയിരക്കണക്കിന് ആൾക്കാരുടെ കല്ലേറ് കൊള്ളുന്ന സ്ട്രീറ്റ് ഡോഗ്സിനേക്കാൾ എത്രയോ മഹത്തരമാണ് ആയിരക്കണക്കിന് ആൾക്കാർക്ക് വെളിച്ചം കൊടുക്കുന്ന സ്ട്രീറ്റ് ലാമ്പായി മാറുക. ആ സ്ട്രീറ്റ് ലാമ്പായി മാറലാണ് സംഘനീതി. ഇതാണ് സംഘനീതി. ഒരു സ്ട്രീറ്റ് ലാമ്പായി സൂര്യനായി മാറണം. എന്തിന് പോട്ടെ, സൂര്യൻ പോട്ടെ, ഒരു മിന്നാമിനിങ്ങാവാൻ സാധിക്കുമോ? നമ്മളുടെ സാന്നിധ്യം കൊണ്ട് മാത്രം മറ്റുള്ളവർക്ക് സുഖം കൊടുക്കാൻ, നമ്മുടെ വാക്കുകൊണ്ട് സുഖം കൊടുക്കാൻ. അല്ലാതെ സ്വന്തം ഒരാൾ മാത്രം ദൈവപ്രീതിയും പാപഭീതിയും ഉണ്ടായിട്ട് അയാൾ ദൈവത്തെ മാത്രം പൂജിച്ച് എപ്പോഴും പൂജാമുറിയിരുന്ന് പിന്നെ ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ എന്താ പറയുന്നത്? വേദവ്യാസൻ തന്റെ മകനെ പറഞ്ഞത് ഗംഗാതീരത്ത് സാധന അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവപ്രീതിയുണ്ട് പാപഭീതിയുണ്ട് എന്ന് പറഞ്ഞു. ദുഷ്ട പാപി, നിന്നെ പോലെ ഒരു മകൻ എനിക്ക് പിറന്നല്ലോ എന്ന് ശുഗബ്രഹ്മ മഹർഷിയോട് പറഞ്ഞു. അവിടുന്നാണ് അച്ഛാ എന്ന് പറഞ്ഞ് ഓടിപ്പറഞ്ഞ് ആ വേദവ്യാസ മഹർഷിയുടെ കാലിൽ പോയി സമസ്ത അപരാധം മാപ്പ് പറഞ്ഞിട്ട് പറയുന്നു, അച്ഛന്റെ ഉപദേശപ്രകാരം ഞാനിതാ തുടങ്ങുകയാണ്. അവിടെ നിന്ന് തുടങ്ങിയ യജ്ഞം ശ്രീമദ് ഭാഗവതം ആ ശ്രീ ശുഗനിൽ കൂടി ആയിരക്കണക്കിന് ആൾക്കാരിലേക്ക് ഇന്നും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ശ്രീ ശുഗ ഉവാച എന്ന് പറഞ്ഞിട്ട് ഈ ശുഗബ്രഹ്മ മഹർഷിയുടെ ഒരു ചെറിയ പരിവേഷമായി മാറലാണ് സംഘനീതി. അല്ലാതെ ദൈവത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നില്ല. സംഘനീതി എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ദൈവപ്രീതിയും പാപപ്രീതിയും മാത്രം ഉണ്ടായാൽ സംഘനീതി ഉണ്ടാകുമെന്നുള്ള ചിന്ത തെറ്റാണ്. അല്ല, ദൈവപ്രീതിയും പാപഭീതിയും എല്ലാവരിലും ഉണ്ടാക്കാൻ ശ്രമിക്കണം. ദൈവപ്രീതിയും പാപഭീതിയും എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ അവസാനം ഇത് ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തണം. എന്തിനാണ് നമ്മുടെ ലക്ഷ്യം? നമ്മുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റിന്റെ ലെറ്റർ ഹെഡിലൊക്കെ കാണാം, ട്രാൻസ്ഫോമിങ് സെൽഫ് ടു ട്രാൻസ്ഫോം ദ വേൾഡ്. ആ മൂന്നാമത്തതാണ് സംഘനീതി. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. ആരോ സംഘനീതി എന്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പൊ നമ്മുടെ സമയം 2 മിനിറ്റ് അധികമായി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ പറയാം. ഭഗവാന്റെ നിറഞ്ഞ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമുക്ക് ഇന്ന് കർക്കിടക മാസത്തിലെ അവസാനത്തെ ദിവസമാണ്. അടുത്ത ആഴ്ച തിരുവോണം ദിവസമാണ്. തിരുവോണ ദിവസം ക്ലാസ് വേണോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അടുത്ത ആഴ്ച തിരുവോണ ദിവസമാണ് വരുന്നത്. അന്ന് ക്ലാസ് എല്ലാവർക്കും തിരക്കിലായിരിക്കില്ലേ? നമുക്കിനി ഒരാഴ്ച ക്ലാസ് എടുക്കാതിരുന്നാൽ പിന്നേതാഴ്ച പോരെ എന്ന് എനിക്ക് തോന്നുന്നു. വേണമെന്നാണ് പറയുന്നത്. ഇവിടെ തിരുവോണ ദിവസം ക്ലാസ് വേണമെന്നാ പറയുന്നത്. എനിക്ക് എടുക്കുന്നതിൽ വിരോധമൊന്നുമില്ല. ഞാൻ റെഡി. ക്ലാസ് വേണമെന്നാ പറയുന്നത് അല്ലേ? ഓക്കെ, എന്നാൽ തിരുവോണ ദിവസം നമുക്ക് ക്ലാസ് വെക്കാം. അടുത്തത് ആഴ്ച ശനിയാഴ്ച തിരുവോണാണ്. അപ്പൊ ഇന്ന് ആ രാമായണ മാസത്തിലെ അവസാനത്തെ ദിവസം ഒരു ശ്രീരാമ ഭജന ചൊല്ലിയിട്ട് നമുക്ക് നിർത്താം. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ
വരാനനേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ. ശ്രീരാമചരണം 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 ഭജേ. ശ്രീരാമചരണം 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 ഭജേ. വൈദേഹി രാമം വൈകുണ്ഠരാമം വൈദേഹി രാമം വൈകുണ്ഠരാമം ഭൂപാലചൂടാമണി ഭൂപാലചൂടാമണി. ആത്മാഭിരാമം പ്രഭു സായിരാമം ആത്മാഭിരാമം പ്രഭു സായിരാമം ശ്രീരാമചരണം ഭജേ. ശ്രീരാമചരണം ഭജേ. സത്യസായിരാമചരണം ഭജേ. സത്യസായിരാമചരണം ഭജേ. ശ്രീരാമചരണം 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 ഭജേ. ശ്രീരാമചരണം 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 ഭജേ. സായിരാം. ഇതുവരെ പറഞ്ഞതൊക്കെ ഭഗവാന്റെ പാദത്തിൽ പൂജാപുഷ്പങ്ങളായിട്ട് സമർപ്പിക്കുന്നു. അടുത്ത തിരുവോണ ദിവസം നമുക്ക് എല്ലാവർക്കും കാണാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ജയ് സായിരാം. സമസ്തലോക സുഖിനോ ഭവന്തു. സമസ്തലോക സുഖിനോ ഭവന്തു. സമസ്തലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും ഗംഭീരമായ തിരുവോണം ആഘോഷിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ഓണം. സായിരാം.